ഹലോ. അപ്പം നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് 4th ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് 3 വീഡിയോ ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ഏറെക്കുറെ പോർഷൻസൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കയറാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു സെക്ഷനകത്ത് വരുന്നത് ജിയോഡിസിക് എന്താണെന്നുള്ളതും അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും തിയറംസൊക്കെയാണ്. അപ്പം അത് പറയുന്നതിന് മുന്നേ ഒരു വെക്റ്റർ ഫീൽഡ് അലോങ് എ പാരാമീറ്ററൈസ്ഡ് കർവ് എന്താണെന്നുള്ളത് നോക്കണം. ഇതുവരെ നമ്മൾ പാരാമീറ്ററൈസ്ഡ് കർവ്, അതുപോലെ തന്നെ വെക്റ്റർ ഫീൽഡ്, വെക്റ്റേഴ്സ്, ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിച്ചു. ഇനി ഒരു വെക്റ്റർ ഫീൽഡ് അലോങ് എ കർവ് ആൽഫ എന്ന് പറയുമ്പം അതെന്താണെന്ന് വെച്ചാൽ അത് ആ വെക്റ്റർ ഫീൽഡ് തന്നെയാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് വെക്റ്റർ ഫീൽഡ് അലോങ് ആൽഫ എന്ന് പറയുമ്പം എന്താണെന്നുള്ളത് ഒന്നുകൂടി ഡിഫൈൻ ചെയ്തിട്ടാണ് ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പം വെക്റ്റർ ഫീൽഡ് എക്സ് അലോങ് എ പാരാമീറ്ററൈസ്ഡ് കർവ് ആൽഫ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ആൽഫ എന്ന് പറയുന്ന ആ കർവിൽ ആൽഫ ഓഫ് ടി എന്ന് പറയുന്നതാണ് നമ്മുടെ കർവ് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഓരോ ആൽഫ എന്ന് പറയുന്ന കർവ് ആണെങ്കിൽ ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞത് ടി എന്ന് പറഞ്ഞ പോയിന്റിൽ ആൽഫേൻ്റെ ഇമേജ് ആയിരിക്കും. അതായത് ആൽഫ ഓഫ് ടി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ ആൽഫേൻ്റെ ടി എന്ന് പറഞ്ഞ പോയിൻ്റ് മാപ്പ് ചെയ്യുന്നത് എങ്ങോട്ടോ അതാണ് ആൽഫ ഓഫ് ടി വരിക. അപ്പോൾ ഓരോ ആൽഫ ഓഫ് ടിയിലും ആ ഒരു ഫീൽഡിനകത്ത് ഓരോ വെക്ടർ അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഓരോ ആൽഫ ഓഫ് ടിക്കും ആൽഫ ഓഫ് ടി പറഞ്ഞ ഒരു പോയിൻ്റാണ്. അപ്പം ആ കർവിൽ ഓരോ പോയിൻറ്റ്സിലും ഒരു വെക്ടർ അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ വെക്ടേഴ്സിനെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതാണ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന വെക്ടർ ഫീൽഡ് തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു സർഫസിനകത്ത് ഒരു വെക്ടർ ഫീൽഡ് അലോങ് ഒരു കർവ് ആൽഫ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതെങ്ങനെ പറയാറ്, ആ ഒരു സർഫസിനകത്ത് ആൽഫ ഓഫ് ടി എന്ന് പറയുന്ന കർവ് കണ്ടെയ്ൻ ചെയ്യുന്ന സർഫസിനകത്ത് ആൽഫ ഓഫ് ടി എന്ന് പറയുന്ന ഓരോ പോയിൻറ്റ്സിൽ അതിൻ്റെ വെക്ടേഴ്സ്, ഈ വെക്ടേഴ്സിനൊക്കെ കൂടി പറയുമ്പം അത് ഏകദേശം ഒരേ ഡയറക്ഷനിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വെക്ടർ ഫീൽഡ് വരയ്ക്കാനടക്കം പഠിച്ചതാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. വെക്ടേഴ്സ് ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഓരോ ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞ പോയിന്റിലും ഓരോ വെക്ടർ അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതെല്ലാം കൂടി നമ്മൾ ഫംഗ്ഷനായിട്ട് പറയുകയാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ എക്സ് ഓഫ് ടി എന്ന് ഡിനോട്ട് ചെയ്യും. അത് അലോങ് പാരാമീറ്ററൈസ്ഡ് കർവ് ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് ഓഫ് ടി ബിലോങ്സ് ടു Rn+1 സഫിക്സിൽ ആൽഫ ഓഫ് ടി എന്ന് കൊടുക്കും. ഇവിടെ കാണുന്നുണ്ട് വിചാരിക്കണം. ഇതാണ് ഈ എക്സ് ഓഫ് ടി ബിലോങ്സ് ടു Rn+1 ആൽഫ ഓഫ് ടി എന്ന് പറയുന്നത് വെക്ടർ ഫീൽഡ് എക്സ് അലോങ് ദ പാരാമീറ്ററൈസ്ഡ് കർവ് ആൽഫ എന്നുള്ളതാണ്. അലോങ് ദ കർവ് ആൽഫ എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താഴെ ഒരു ആൽഫ ഓഫ് ടി എന്ന് പറയുന്ന നൊട്ടേഷൻ കൊടുക്കുന്നത്. ഓക്കെ. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് താഴെ വെലോസിറ്റി നമ്മൾ സാധാരണ അതിൻ്റെ ഡെറിവേറ്റീവ് ആൽഫ ഏതാണോ ആ ആൽഫേൻ്റെ ഡെറിവേറ്റീവാണ് നമ്മളതിൻ്റെ വെലോസിറ്റി ആയിട്ട് നമ്മൾ പറയാറുള്ളത്, അല്ലെങ്കിൽ ടാൻജൻറ്റ് എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പം ആൽഫ ഡോട്ട് എന്ന് പറയുന്നത് ഒരു പാരാമീറ്ററൈസ്ഡ് കർവ്. ദ വെലോസിറ്റി ആൽഫ ഡോട്ട് ഓഫ് പാരാമീറ്ററൈസ്ഡ് കർവ് ആൽഫ ഈസ് എ വെക്ടർ ഫീൽഡ്. അപ്പം ഈ പറയുന്ന വെലോസിറ്റി വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നതും കുറേ വെക്ടേഴ്സിൻ്റെ കളക്ഷൻ, ഓരോ ആൽഫ ഓഫ് ടീനും അതിനകത്ത് ഓരോ ടാൻജൻറ്റ് ഉണ്ടായിരിക്കും. അപ്പം അതെല്ലാതും കൂടി എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി വെക്ടർ ഫീൽഡായി, അല്ലെങ്കിൽ ടാൻജൻറ്റ് സ്പേസ് ആയി. ഇതെല്ലാം നമ്മൾ മുന്നേ ഡീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരു കർവ് വരയ്ക്കുക എന്നുണ്ടെങ്കിൽ അതിന് ഓരോ പോയിന്റിലും ഓരോ ടാൻജൻ്റ് ആയിരിക്കും അല്ലേ. കർവ് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടാൻജൻറ്റ് ഇങ്ങനെയാണ്. ഡിഫറെൻറ്റ് പോയിന്റിനകത്ത് ഡിഫറെൻറ്റ് ടാൻജൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം ആ ടാൻജൻറ്റ്സിൻ്റെ എല്ലാതും കൂടി കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ ടാൻജൻറ്റ് സ്പേസ് അല്ലെങ്കിൽ വെലോസിറ്റി വെക്ടർ ഫീൽഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ആ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് അതൊരു വെക്ടർ ഫീൽഡാണ്. അലോങ് ദ കർവ് ആൽഫ ആയിട്ട് നമുക്ക് തന്നെ നൊട്ടേറ്റ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അതിവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ എക്സ് ഓഫ് ടീനെ നൊട്ടേറ്റ് ചെയ്യുന്നത് സാധാരണ നമ്മൾ വെക്ടർ ഫീൽഡിനെ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു പി കോമ എക്സ് ഓഫ് ടി എന്നാണ് കൊടുത്തിരുന്നത് അല്ലേ മുന്നേ. ഇപ്പോൾ ഇവിടെ നമ്മൾ പിക്ക് പകരം ആൽഫ ഓഫ് ടി കൊടുക്കണു, ബാക്കിയുള്ളത് എക്സ് ഓഫ് ടി തന്നെയാണ്. ആ ക്യാപിറ്റൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് Rn+1 ഫംഗ്ഷനാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ n+1 ടപ്പിൾസ് ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ തന്നെ നേരത്തെ നൊട്ടേറ്റ് ചെയ്യുന്ന ഒന്നുകൂടി പറഞ്ഞു മാത്രം. ഇനി ഇതേ സാധനത്തിൻ്റെ ഡെറിവേറ്റീവ്, ക്യാപിറ്റൽ എക്സിൻ്റെ ഡെറിവേറ്റീവിനെ ഡോട്ട് എന്ന് പറയും. അത് വെലോസിറ്റി വെക്ടർ ഫീൽഡിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ്. സാധാ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ ഫീൽഡ് അലോങ് ആൽഫയാണ്. എക്സ് ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഉണ്ട്. ക്യാപിറ്റൽ എക്സ് ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെലോസിറ്റി വെക്റ്റർ ഫീൽഡാണ്. ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ വെലോസിറ്റി വെക്റ്റർ ഫീൽഡിനെ എക്സ് ഡോട്ട് എന്നാണ് ഡിനോട്ട് ചെയ്യുക. നേരത്തെ നമ്മൾ ടാൻജൻറ്റ് സ്പേസിൻ്റെ സർഫസിൽ പറയുമ്പോൾ എസ് പി എന്നൊക്കെ ഡിനോട്ട് ചെയ്തിരുന്നു, ക്യാപിറ്റൽ എസ് സഫിക്സ് പി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ പോയി ഇനി നമ്മൾ വെക്റ്റർ ഫീൽഡ് എന്ന് പറയുമ്പം എക്സ് ഡോട്ട് എന്ന് പറഞ്ഞിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞ പോയിൻ്റാണ്. അതിന് നമ്മൾ അതേപോലെ അവിടെ നിർത്തും. അതിന് മാത്രം ഓപ്പറേഷൻസ് ഒന്നും ബാധകമല്ല. അത് ജസ്റ്റ് ഒരു പോയിൻ്റ് ആയിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത് മാത്രം. ബാക്കിയുള്ള ഓരോ കമ്പോണൻറ്റിനെയും വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതാണ് ഡോട്ട് എന്ന് പറയുന്നത്. സാധാ ഡിഫറൻസിയേഷനാണ്. അതുപോലെ തന്നെ ഇതിന് നമ്മൾ ക്യാപിറ്റൽ എക്സ് ഡോട്ടിനെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ് ഡോട്ടിനെ വീണ്ടും ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ, ഡബിൾ ഡെറിവേറ്റീവ് എന്താ, സാധാരണ വെക്ടറിന് ആക്സിലറേഷൻ അല്ലേ ഉണ്ടാവാറ്, ഇവിടെ അങ്ങനെ തന്നെയാണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആൽഫ ഡബിൾ ഡോട്ടായിട്ട് നമ്മൾ പറയും. അതും ഒരു പാരാമെട്രൈസ്ഡ് കർവ് തന്നെയാണ്. അത് വേറൊരു എക്സാമ്പിളായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, അപ്പം പറഞ്ഞിട്ടുള്ളത് പാരാമെട്രൈസ്ഡ് കർവ് ആൽഫ എന്ന് പറയുന്നത് ഒരു വെക്ടർ ഫീൽഡ് അലോങ് പാരാമെട്രൈസ്ഡ് കർവ് ആൽഫ എന്നുള്ളതാണ്. അപ്പം ഇവിടെ അതിന് എക്സാമ്പിളായിട്ട് വെലോസിറ്റി വെക്ടർ ഫീൽഡ് ആയാലും ആക്സിലറേഷൻ ആയാലും അതൊക്കെ വെക്ടർ ഫീൽഡുകളാണെന്ന് പറഞ്ഞു. ജസ്റ്റ് അത് എങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നതെന്നും കാണിച്ചു. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. സാധാ നമ്മൾ ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാറില്ലേ ഓപ്പറേഷൻസ് വരുമ്പം. അപ്പം അതാണ് ഇവിടെ ഓപ്പറേഷനിൽ നമ്മളിപ്പം എക്സ് പ്ലസ് വൈൻ്റെ ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് എക്സ് ഡോട്ട് പ്ലസ് വൈ ഡോട്ടിനോട് ഈക്വൽ ആണ്. അതുപോലെ നമ്മൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാറുണ്ട്, പ്രൊഡക്റ്റ് റൂളൊക്കെ ചെയ്യാറുണ്ട്. അതേപോലെ ഇവിടെ ഡെറിവേഷൻ ആണുള്ളത്. അപ്പം നമുക്ക് നോക്കാം, പ്രോപ്പർട്ടീസ് നോക്കാം, ഓരോന്ന് 1 by 1 അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. സിമ്പിളാണ്. ജസ്റ്റ് സാധനം എക്സ് എന്താ എക്സ്പാൻഡ് ചെയ്ത് രണ്ട് സൈഡും എക്സ്പാൻഡ് ചെയ്ത് കൊടുത്താൽ കഴിയുന്ന കാര്യമുള്ളൂ. അപ്പം ഫസ്റ്റ് പറയണത് എക്സ് വൈ എന്ന് പറയുന്നത് സ്മൂത്ത് വെക്റ്റർ ഫീൽഡുകളാണ്. എല്ലാം സെയിം കർവ് ആൽഫയിലൂടെയുള്ള രണ്ട് വെക്റ്റർ ഫീൽഡുകളാണ് എക്സും വൈയും. അങ്ങനെയാണെന്ന് എഫ് എന്ന് പറയുന്നത് വേറൊരു സ്മൂത്ത് ഫംഗ്ഷനാണ്. അത് വെക്റ്റർ ഫീൽഡ് അല്ല, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ മാത്രമാണ് എഫ്. അപ്പം ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഫിൻ്റെ ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ നമ്മൾ എഫ് ഡോട്ട് യൂസ് ചെയ്യില്ല. ഫംഗ്ഷന് ഡെറിവേറ്റീവ് കൊടുക്കുമ്പം എഫ് ഡാഷ് ആണ് ഇടുക. കാരണം അത് ജസ്റ്റ് ഒരു ഫംഗ്ഷനാണ്. വെക്റ്റർ ഫീൽഡുകളാകുമ്പോഴാണ് നമ്മൾ ഡോട്ട് കൊടുക്കാറ് കേട്ടോ. ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ വെക്റ്റർ ഫീൽഡിൽ നമ്മൾ ഡോട്ട് കൊടുക്കും. കാരണം എക്സ് ഡാഷ് ഇടരുത്, അത് വേറൊരു സാധനമാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ വരും. വേറൊരു ഡിഫറൻസിയേഷനാണ്, കൊവേരിയൻ ഡിഫറൻസിയേഷൻ പറഞ്ഞിട്ട് വേറൊരു ടോപ്പിക്കാണ്. അപ്പോൾ എപ്പോഴും സാധാരണ ഡിഫറൻസിയേഷൻ ഇടുമ്പോൾ ഡോട്ട് കൊടുക്കുക, മേലെ ഡോട്ട് കൊടുക്കുക. അതാണ് വെക്റ്റർ ഫീൽഡിൻ്റെ ഡിഫറൻസിയേഷൻ വരുന്നത്, വെലോസിറ്റി വെക്റ്റർ ഫീൽഡ് വരുന്നത്. ഇനി ആ ഡിഫറൻസിയേഷൻ എഫിനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഡാഷ് കൊടുത്താൽ മതി. സാധാരണ നമ്മൾ ഡെറിവേഷനിൽ ഡാഷ് ഡബിൾ ഡാഷ് അങ്ങനെയൊക്കെയാണല്ലോ കൊടുക്കാറുള്ളത്. അപ്പോൾ ഫംഗ്ഷൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡാഷ് കൊടുത്താൽ മതി. ഇനി ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കുക, എക്സ് പ്ലസ് വൈ ഹോൾ ഡോട്ട് ഈക്വൽ ടു എക്സ് ഡോട്ട് പ്ലസ് വൈ ഡോട്ട്. ഓക്കെ ആണല്ലോ. അത് ജസ്റ്റ് നമ്മൾ അതുപോലെ തന്നെ നെക്സ്റ്റ് എഫ് എക്സ് ഹോൾ ഡോട്ട് എഫ് എക്സിന് മൊത്തത്തിൽ ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രൊഡക്റ്റ് റൂൾ, ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ് അതിനോട് ഈക്വലാണ്. അതുപോലെ തന്നെ എക്സ് ഡോട്ട് വൈ ഹോൾ ഡെറിവേറ്റീവ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. അതാണ് ജസ്റ്റ് ഡയറക്റ്റ് പ്രൊഡക്റ്റ് റൂൾ. രണ്ട് ഫങ്ഷൻസ് രണ്ട് വെക്റ്റർ ഫീൽഡുകളുടെ പ്രൊഡക്റ്റാണ്. ഡിഫറൻസിയേഷനിൽ പ്രൊഡക്റ്റ് റൂളാണ് പറയുന്നത്. അതും ഈ പറയുന്ന പോലെ സാധാ പ്രൊഡക്റ്റ് റൂൾ ചെയ്യണ പോലെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അത് എക്സ് ഡോട്ട് വൈ ഹോൾ ഡോട്ട് കൊടുക്കാത്തത് രണ്ട് ഡോട്ട് ആവുകൊണ്ടാണ്. എക്സ് ഡോട്ട് വൈ എന്ന് പറയുന്നത് രണ്ട് വെക്റ്റർ ഫീൽഡിലെ ഡോട്ട് പ്രൊഡക്റ്റ്. അതിനെ പിന്നെ നമുക്ക് സാധാരണ ഡെറിവേറ്റ് ചെയ്താൽ മതി, സാധാ ഡിഫറൻസിയേഷൻ ചെയ്താൽ മതി. അതൊരു വെക്റ്റർ ഫീൽഡ് അല്ലാതെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റെപ്പിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് പ്രൂഫ് നോക്കാം. അവിടെ പിന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എക്സ് പ്ലസ് വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ടി പ്ലസ് വൈ ഓഫ് ടി ആണ്. ജസ്റ്റ് ടി ഓഫ് ടി എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ എന്നുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫസ്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത് അത് നമ്മൾ എക്സ് ഓഫ് ടീനെ ആൽഫ ഓഫ് ടി, ഞാൻ ലൈനിൽ കൂടെ വായിക്കുന്ന ഒരു ലൈനിൽ കൂടെ പോവുക, ഇവിടെയാണ് വായിക്കുന്നത്. എക്സ് ഓഫ് ടി ഈക്വൽ ടു ആൽഫ ഓഫ് ടി എക്സ് 1 എക്സ് 2 എക്സെട്ര എക്സ് എൻ പ്ലസ് 1 ഓഫ് ടി എന്നുള്ളത് എഴുതി. സാധാരണ നമ്മൾ അങ്ങനെ തന്നെയാണ് വെക്റ്റർ ഫീൽഡ് എഴുതാറ്. അതുപോലെ തന്നെ വൈനെ ഡിനോട്ട് ചെയ്തു y1 y2 എക്സെട്ര yn പ്ലസ് 1 ഓഫ് ടി എന്നുള്ള രീതിയിൽ. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ത് വരും, ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞ പോയിന്റിന് മാറ്റില്ല, അത് എപ്പോഴും ഫിക്സ്ഡ് ആണ്. നമ്മൾ ആൽഫ ഓഫ് ടി തന്നെയാണ് കൊടുക്കാറ്. കമ്പോണൻസ് എന്തായിട്ട് മാറും, x1 പ്ലസ് y1 ഓഫ് ടി x2 പ്ലസ് y2 ഓഫ് ടി. അത് ജസ്റ്റ് നമ്മൾ കമ്പോണൻസ് നമ്മൾ ആഡ് ചെയ്യുക. അതായത്
ഈ വെക്ടറിനെയും തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓരോ കമ്പോണൻസും ഓരോ കമ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ x1 + y1 വരും. അങ്ങനെ x + y നമ്മൾ എഴുതി. ഇനി അതിൻ്റെ ഡെറിവേറ്റീവ് ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? അതിൻ്റെ ഡോട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് α ഓരോ എലമെൻസിനെയും ഓരോ പാർട്ടിനെയും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. d/dt കൊടുക്കുക. സാധാ ഡിഫറൻസിയേഷനാണ്. വിത്ത് റെസ്പെക്ട് ടു t ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. dx1/dt dy1/dt അങ്ങനെ വരും. എന്നിട്ട് ഈ സാധനത്തിന് എല്ലാം പ്ലസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ ഓരോ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. x1 ഉള്ളതിനൊക്കെ ആദ്യം ഒരു എക്സൈസ് കമ്പോണൻസ് വരുന്നതിനെ ആദ്യം ഒന്നാക്കിയിട്ട് y ഉള്ളതിനെ രണ്ടാക്കിയിട്ടും രണ്ടും സെപ്പറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, കാരണം പ്ലസ് ആണല്ലോ, ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റത്തെ ഭാഗം x ആണെന്നും സെക്കൻഡത്തെ ഭാഗം y ആണെന്നും നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതെടുത്ത് എഴുതി. അപ്പോൾ ലെഫ്റ്റ് നോക്കി x + y ഡോട്ട് ഈക്വൽ ടു x ഡോട്ട് പ്ലസ് y ഡോട്ട് എന്ന് കിട്ടി. സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ തന്നെ fxൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് റൂളിലേക്ക് എത്തിക്കാൻ പറ്റും. വേഗം ഒന്ന് പറയാവേ. fx ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം f ഇൻറ്റു എക്സ് ഓഫ് ടി എന്ന് കിട്ടി. ഇനി f എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫംഗ്ഷനൽ സ്കെയിലറായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ബാക്കിയുള്ളതാണ് നമ്മുടെ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം f പുറത്ത് നിർത്തി, f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിലർ തന്നെയാണല്ലോ. ടി എന്ന് പറഞ്ഞ പോയിൻ്റ് ൻ്റെ വാല്യൂ, അതാണ് f. അപ്പോൾ അതൊരു പോയിൻ്റാണ്. f പുറത്ത് നിർത്തി α x1 x2 xn+1 അവിടെ ഉണ്ട്. ഇനി നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്യാറ്? സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പോയിന്റിന് നമ്മൾ കൊടുക്കാറില്ല. സോ α ഒന്നും വേണ്ട. α എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിർത്തി. ബാക്കി f എന്ന് പറയുന്നത് ഓരോ എക്സൈസിനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. f × x1 f × xn+1 ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താ? സെക്കൻഡ് പ്രോപ്പർട്ടി എന്താ ഇവിടെ ഉള്ളത്? ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് പ്രൂവ് ചെയ്തിട്ട് അത് ഈക്വൽ ടു റൈറ്റ് ആണെന്ന് നമ്മൾ എത്തിക്കും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് fx ഡോട്ടാണ്. fxനെ മൊത്തത്തിൽ ഡെറിവേറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ നോക്കി, fx എന്ന് പറയുന്നത് ഈ സാധനമാണ്. അതിനെ മൊത്തത്തിൽ നമുക്ക് ഡെറിവേറ്റ് ചെയ്യണം. അതിനെ ഡെറിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഓരോന്നിനെ ഡിഫറൻഷ്യേറ്റ്, ഓരോ കമ്പോണൻസിനെ. ഇവിടെ ഇപ്പം ഒരു കമ്പോണൻറ്റ്, ഫസ്റ്റ് കമ്പോണൻറ്റ് ഇതാണ്. അങ്ങനെ ഓരോ കമ്പോണൻസിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ എന്തുണ്ട്? ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ആൾക്കാരുണ്ട്. അപ്പോൾ രണ്ടിനെയും നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റിനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. അതെങ്ങനെ യൂസ് ചെയ്യുക? ഓക്കെ, f ഇതാണ് ഫസ്റ്റ് ടേമിൻ്റെ ഡിഫറൻഷ്യൽ വരുന്നത്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് f ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ dx1/dt പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ x1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് f എന്ന് പറയുമ്പോൾ f ഡാഷ് എന്നാണെന്ന് കൊടുക്കാമെന്ന് നേരത്തെ പറഞ്ഞു. അത് കൊടുത്തതുപോലെ എല്ലാ കമ്പോണൻസിൻ്റെയും എന്ത് എഴുതി? ലാസ്റ്റ് കമ്പോണൻ്റ് ഇത് അവിടെ ഉണ്ട്. എല്ലാതിൻ്റെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഈ സാധനത്തിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുക നമ്മൾ. ഇപ്പോൾ ഇതിനകത്ത് ഒക്കെ പ്ലസ് ടേംസ് ആണല്ലേ. f കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്, f ഡാഷ് കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെ f കൂടെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സെറ്റാക്കിയിട്ട് എഴുതി. അതാണ് ഫസ്റ്റ് കാണുന്നത്. ഇയാളുടെ കൂടെ f ആണ്. അങ്ങനെ ഇവിടെ ഇതേപോലെ സെക്കൻഡ് ടേം ഉണ്ടായിരിക്കും. അവിടെ f ഉള്ള ഒരാളുണ്ടായിരിക്കും. ലാസ്റ്റ് ടേം ഉണ്ട്, ഇവിടെയും f ഉള്ള ഒരാളെടുത്തു. അപ്പോൾ ഇവരൊക്കെ കൂടെ കൂട്ടിയിട്ട് ഒരാളാക്കിയിട്ട് എഴുതി. അതാണ് ഈ കാണുന്ന സാധനം f dx1/dt f dxn+1/dt. ഇനി f ഡാഷ് കൂടെ നിൽക്കുന്ന കുറേ ടേംസ് ഉണ്ട്. f ഡാഷിന് അതിനെ ഒരുമിച്ചിട്ട് എഴുതി. x1 × f ഡാഷ് xn+1 × f ഡാഷ്. എന്നിട്ട് ഇതിലെല്ലാ ടേംസിലും ആര് കോമണാ? f കോമൺ ആണ്. അതിനെ ജസ്റ്റ് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ടേം ഇങ്ങനെ കിട്ടി. ബാക്കിയുള്ളവർ അതേപോലെ എടുത്തെഴുതി. ഇവിടെ സെക്കൻഡ് ടേമിൽ എല്ലായിടത്തും ആര് കോമണാണ്? എഫ് ഡാഷ് കോമൺ ആണ്. അപ്പോൾ അതിനെ ഇവിടെ ഔട്ട് സൈഡ് എടുത്തു. ബാക്കിയുള്ളതിനെ അതേപോലെ എടുത്തെഴുതി. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? f ഇൻറ്റു ഇതെന്താണ്? എക്സ് ഡോട്ടാണ് അല്ലേ. dx1/dt dxn+1/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് ഡോട്ടാണ്. അതുപോലെ തന്നെ എഫ് ഡാഷ് അതേപോലെ എടുത്തെഴുതി. ദെൻ അടുത്ത കാണുന്ന ഫംഗ്ഷൻ ഇതെന്താണ്? ബ്രാക്കറ്റിനകത്ത് α x1 x2 xn+1 അത് പറഞ്ഞാൽ x തന്നെ, ക്യാപിറ്റൽ x. അപ്പോൾ ഇത് പ്രൂവ് ചെയ്തില്ലേ? അങ്ങനെ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മുടെ അവിടെ എക്സും വൈയും വരുന്നത്. മാത്രം സെയിം ഡോട്ട് പ്രൊഡക്റ്റാണ്. എക്സ് ഡോട്ട് വൈ എന്നുള്ളത് എന്താണെന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. സെയിം സാധനം തന്നെയാണ് ആ പ്രോപ്പർട്ടിയും കൂടി. ഓക്കെ അല്ലേ? അത് നോട്ട് വായിച്ചാൽ മനസ്സിലാവും എന്ന് വിചാരിക്കണം. സെയിം പ്രൊസീജിയർ തന്നെ കേട്ടോ, ഒരു മാറ്റമല്ല, സെയിം സ്റ്റെപ്സ് തന്നെയാണ്. ഇനിയാണ് ജിയോഡിസിക് എന്താണെന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് പറയുന്നത്. ഇതാണ് ഒരു മെയിൻ സെക്ഷനായിട്ട് വരുന്ന ജിയോഡിസിക്. അതെന്ന് പറയുന്നത്
എ ജിയോഡിസിക് ഇൻ ആൻ എൻഡ് സർഫസ്, ഒരു സർഫസിനകത്ത് ഒരു എൻഡ് സർഫസ് എസ് എടുത്തിട്ടുണ്ട്. ആ സർഫസിനകത്ത് ഒരു ജിയോഡിസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് അത് ഒന്നുമില്ല, അതൊരു പാരാമെട്രൈസ്ഡ് കർവാണ്. പക്ഷേ എല്ലാ പാരാമെട്രൈസ്ഡ് കർവിനെ നമുക്ക് ജിയോഡിസിക് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ചില കർവ് ആ കർവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഈസ് എവരിവർ ഓർത്തോഗണൽ ടു എസ്. അതായത് ഈ ആൽഫ എന്ന് പറയുന്ന പാരാമെട്രൈസ്ഡ് കർവിൻ്റെ ആക്സിലറേഷൻ ഉണ്ടായിരിക്കും, അതായത് ആൽഫ ഡബിൾ ഡോട്ട്. അത് ഏത് പോയിൻ്റ്, ആ സർഫസിനകത്ത് ഏത് പോയിന്റിലും ഓർത്തോഗണലായിരിക്കും. അപ്പം എസ് ആൽഫ ഓഫ് ടി പേർപ്പിലായിരിക്കും ഈ ആൽഫ ഡബിൾ ഡോട്ട് ഉണ്ടാവുക. അതായത് ഓർത്തോഗണലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഏതിനാണോ ഓർത്തോഗണൽ അതിൻ്റെ പെർപ്പിനകത്ത് അത് ഉണ്ടാവുക. ഓർത്തോഗണലായിട്ടുള്ള വെക്ടേഴ്സിൻ്റെ കളക്ഷൻ ആണല്ലോ പെർപ്പ്. അപ്പോൾ എസ്സിനോട് ഓർത്തോഗണലായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസ് ആൽഫ ഓഫ് ടീൻ്റെ പെർപ്പിനകത്ത് ഉണ്ടാവുക. എസ് എന്ന് പറയുമ്പോൾ ഒരു സർഫസിനകത്ത് എസ് ആൽഫ ഓഫ് ടി എന്താണ്, ഇപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇതാണ്. ഇപ്പോൾ ഈ വേർഡ്സിൽ എഴുതിയതിൻ്റെ മീനിങ് ആണ് ആ ഒറ്റ സെൻറ്റൻസ് ആയിട്ട് മാത്തമാറ്റിക്കലി റിട്ടേൺ ചെയ്തിട്ടുള്ളത്. അതെന്താ, ജസ്റ്റ് പാരാമെട്രൈസ്ഡ് കർവ്, ഒരു ആൽഫ എന്ന് പറയുന്ന പാരാമെട്രൈസ്ഡ് കർവ് ജിയോഡിസിക് ആവണമെന്നുണ്ടെങ്കിൽ ആ പാരാമെട്രൈസ്ഡ് കർവിന് ഏത് പോയിന്റിലും അതിൻ്റെ ആക്സിലറേഷൻ ആ സർഫസിനോട് ഓർത്തോഗണലായിരിക്കണം. സർഫസ് എന്ന് പറയുന്നതിന് പാരലൽ തന്നെ ആയിരിക്കും അതിൻ്റെ ടാൻജൻസുകൾ അല്ലെങ്കിൽ വെലോസിറ്റി വെക്ടേഴ്സ് ഉണ്ടാവുക. അതിപ്പോൾ ഒരു സർഫസ് ആണ്, അവിടെ ഒരു കർവ് ഉണ്ട്. ഇതിൻ്റെ വെലോസിറ്റി വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടാൻജൻ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് പി നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നു അല്ലേ, ടാൻജൻ സ്പേസ്. അപ്പോൾ ആ എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സർഫസിൽ തന്നെ കിടക്കുന്ന അല്ലെങ്കിൽ സർഫസിനോട് പാരലായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ആ സർഫസിനോട് ഓർത്തോഗണലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെലോസിറ്റി വെക്ടേഴ്സിനോട് ഓർത്തോഗണലായിട്ട് നിൽക്കുന്ന ആളാണ് ആര്, ആൽഫ ഡബിൾ ഡോട്ട്. അപ്പോൾ അത് ഡിനോട്ട് ചെയ്തിട്ടാണ് ആൽഫ ഡബിൾ ഡോട്ട് ബിലോങ്സ് ടു എസ് ആൽഫ ഓഫ് ടി പെർപ്പ്. അപ്പോൾ എസ് ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ നേരത്തെ ടാൻജൻ സ്പേസ് എസ് പി എഴുതിയിരുന്നില്ലേ, അതുപോലെ തന്നെ ആ സർഫസിൽ ആൽഫ എന്ന് പറയുന്ന കർവിലൂടെയുള്ള ടാൻജൻ വെക്ടേഴ്സിൻ്റെ കളക്ഷൻ അല്ലെങ്കിൽ വെലോസിറ്റി വെക്ടേഴ്സിൻ്റെ കളക്ഷൻ, അതാണ് എസ് ആൽഫ ഓഫ് ടി. അതിൻ്റെ പെർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ഓർത്തോഗണലായിട്ടുള്ള ആൾക്കാർ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഡയമെൻഷനിലാണ്, എസ് പി പെർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡയമെൻഷനിലാണ്. അത് കൊണ്ട് സ്പാൻ ചെയ്യുന്നതാവാം നോർമൽ വെക്ടേഴ്സ്, അല്ലെങ്കിൽ ഡെൽ എഫ് പിയും കൊണ്ട് സ്പാൻ ചെയ്യുന്നതാവാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. എസ് പി പെർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡയമെൻഷനിലാണ്, ഡെൽ എഫ് കൊണ്ട് സ്പാൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ കൊണ്ട് സ്പാൻ ചെയ്യുന്നതൊക്കെ ആണ് നമ്മൾ മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കിനി ആവശ്യമുണ്ട്. ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ജിയോഡിസിക് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആൽഫ എന്ന് പറയുന്ന ആ കർവ്, പാരാമെട്രൈസ്ഡ് കർവിൻ്റെ ആക്സിലറേഷൻ അറ്റ് ഏത് പോയിന്റിൽ എടുത്തു കഴിഞ്ഞാലും ആക്സിലറേഷൻ എസ് ആൽഫ ഓഫ് ടി പെർപ്പിനകത്ത് മെമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ എസ്സിനോട് ഓർത്തോഗണലായിരിക്കണം. അത്രേ ഉള്ളൂ. ഇനി അങ്ങനെ ഒരു ജിയോഡിസിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ജിയോഡിസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ തന്നെയല്ലേ, അങ്ങനെ ഒരു ആൽഫ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കോൺസ്റ്റൻറ്റ് സ്പീഡായിരിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് പറയണത്. അതാണ് നെക്സ്റ്റ് പറയുന്ന ഒരു നോട്ട്. ജിയോഡിസിക് ഹാവ് കോൺസ്റ്റൻറ്റ് സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി, ആൽഫ ഡോട്ടിൻ്റെ ഡെറിവേറ്റീവ് 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. ഡെറിവേറ്റീവ് എന്തൊരു സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് 0 ആകുമ്പോഴല്ലേ അത് കോൺസ്റ്റൻ്റ് ആവുക. അപ്പോൾ ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുത്തു, ഡയറക്റ്റ് ആൽഫ 0 ആൽഫ ഡോട്ട് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നതിന് പകരം നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് ആൽഫ ഡോട്ട് എടുക്കുന്നതിന് പകരം അതിൻ്റെ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ഒബ്വിയസ്ലി ആ സാധനത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അപ്പം ആൽഫ ഡോട്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ d/dt ഓഫ് ആൽഫ ഡോട്ട് നോം ആൽഫ ഡോട്ടിൻ്റെ സ്ക്വയറാണ് എടുക്കുന്നത്. അത് നമ്മൾ ജസ്റ്റ് d/dt കൊടുത്തു. നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നോം സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് സെയിം സാധനത്തിൻ്റെ തന്നെ. ഇപ്പം എങ്ങനെ പറയണം, ഇപ്പോൾ ഒരു നോം എക്സ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം, x.x എന്ന് എഴുതാം അല്ലേ. അപ്പം ആ സെയിം സാധനത്തിന് ആൽഫ ഡോട്ടിൻ്റെ നോം സ്ക്വയർ എന്ന് പറയുമ്പോൾ ആൽഫ ആൽഫ ഡോട്ട് അത് ജസ്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ആൽഫ ഡോട്ടിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു. ഇനി അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് റൂൾ, ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് വരും. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ 2 × ആൽഫ ഡോട്ട് ആൽഫ ഡബിൾ ഡോട്ട് എന്ന് വരും. ഓരോ ലൈൻസ് കൂടെ പോവുക, പറയുന്നത് മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല, ലൈൻ നോക്കാം കേട്ടോ നോട്ടിൽ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി, ആൽഫ ഡോട്ട് ആൽഫ ഡബിൾ ഡോട്ട് എന്ന് കിട്ടി. നമുക്കറിയാം ജിയോഡിസിക് ആണെന്നുണ്ടെങ്കിൽ ആൽഫ ഓഫ് ടി നോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് എസ് ആൽഫ ഓഫ് ടിയിൽ ഏതാളോടും
ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 0 വരും. ആൽഫ ഡബിൾ ഡോട്ട് അല്ലേ, ആൽഫ ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എസ് ആൽഫ ഓഫ് ടി പെർപ്പിനകത്ത് ആളാണ്. എസ് ആൽഫ ഓഫ് ടി പെർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ആൽഫ ഓഫ് ടിത്തെ ഏതൊരാൾക്കും ഓർത്തോഗണലാണ്, അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 0 വരും. എസ് ആൽഫ ഓഫ് ടിയിലെ ആളാണ് ആൽഫ ഡോട്ട് അല്ലേ, വെലോസിറ്റി വെക്ടേഴ്സ് ടാൻജൻ വെക്ടേഴ്സ് അല്ലേ ആൽഫ ഡോട്ട്. നമ്മൾ പറഞ്ഞ വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിനെ ഡെറിവേറ്റ് ചെയ്ത സാധനമാണ്. അപ്പോൾ ആൽഫ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ആൽഫ ഓഫ് ടിയിലെ മെമ്പറാണ്. സോ ആൽഫ ഡോട്ടിനെയും ആൽഫ ഡബിൾ ഡോട്ടിനെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഓർത്തോഗണലായതുകൊണ്ട് 0 വരും. അപ്പോൾ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് ആൽഫ ഡോട്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി ആൽഫ ഡോട്ടും ആൽഫ ഡോട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിന് കോൺസ്റ്റൻറ്റ് സ്പീഡാണ് ജിയോഡിസിക് ആയിട്ടുള്ള ആൽഫയ്ക്ക് എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി നെക്സ്റ്റ് പറയുന്നത് ഒരു എക്സാമ്പിളാണ്. ആൽഫ ഓഫ് ടി എന്ന് പറയുന്ന ഒരു പാരാമെട്രൈസ്ഡ് കർവ് തന്നിട്ടുണ്ട്. അത് ഒരു ജിയോഡിസിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. ജിയോഡിസിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആൽഫ ഡബിൾ ഡോട്ട് എസ് ആൽഫ ഓഫ് ടി പെർപ്പിനകത്ത് ആളാണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. അതായത് എസ് ആൽഫ ഓഫ് ടി തന്നിട്ടുള്ള സർഫസിനകത്ത് ഏതാണോ സർഫസ്, ചിലപ്പോൾ സർഫസ് സ്പെസിഫിക് ആയിട്ട് തരാം, ഫംഗ്ഷനായിട്ട് നമുക്ക് തരാം. എഫ് കണ്ടു കഴിഞ്ഞാൽ എഫ് ഇൻവേഴ്സ് എടുത്താൽ മതിയല്ലോ. അപ്പം സർഫസ് സ്പെസിഫിക് ആയിട്ട് തരാം, ചിലപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള സർഫസ് ആയിരിക്കും തരാം. എന്തായാലും ആ സർഫസിൽ എസ് ആൽഫ ഓഫ് ടീനോട് പെർപെൻഡിക്കുലർ ആണ് ആൽഫ ഡബിൾ ഡോട്ട് എന്നാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ ഓരോ ഇത് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ എൻ സർഫസ് ആണെന്ന് പറയാം. ഇതിന് മുന്നേ കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ എല്ലാ പോയിൻറ്റും റെഗുലർ പോയിൻറ്റ്സ് ആണെന്ന് കാണിച്ചാൽ മതി, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇവിടെ ജിയോഡിസിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആൽഫ ഡബിൾ ഡോട്ട് എസ് ആൽഫ ഓഫ് ടിയിലെ മെമ്പറിനോട് ഓർത്തോഗണലാണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അതിന് തന്നിട്ടുള്ള ആൽഫ ഓഫ് ടി പി പ്ലസ് ടി വി ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ആൽഫ ഓഫ് ടി എന്ന് പറയുന്ന പാരാമെട്രൈസ്ഡ് കർവിൻ്റെ ഡബിൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എസ് ആൽഫ ഓഫ് ടി പെർപ്പിനകത്താണോ നോക്കണം. അതായത് ആൽഫ ഡബിൾ ഡോട്ട് എസ് ആൽഫ ഓഫ് ടിക്ക് പെർപെൻഡിക്കുലർ ആണോ ഓർത്തോഗണലാണോ നോക്കണം. ഡോട്ട് പ്രൊഡക്റ്റ് ഇടുക, എസ് ആൽഫ ഓഫ് ടിയിൽ ഒരു മെമ്പറായിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പം 0 ആണോ നോക്കണം. അതിന് ആദ്യം ആൽഫ ഡബിൾ ഡോട്ട് കാണണം. ആൽഫ ഡബിൾ ഡോട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്താ അറിയണം, ആൽഫ ഡോട്ട് എന്താണെന്ന് അറിയണം. അപ്പം ആൽഫ ഓഫ് ടീനെ ഡെറിവേറ്റ് ചെയ്യുക. പി പ്ലസ് ടി വിനെ, പി എന്ന് പറയുന്നത് ടീൻ്റെ ടേം ഇല്ല, സോ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 0 വരും. ടി വിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ വി വരും. ടീൻ്റെ ഡെറിവേറ്റീവ് 1, വി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വി വരുന്നു. അപ്പോൾ ആൽഫ ഡോട്ട് എന്ന് പറയുന്നത് വി ആണെന്ന് കിട്ടി. ആൽഫ ഡബിൾ ഡോട്ട് എന്ത് വരും, അതിനെ ഒന്നുകൂടി ഡെറിവേറ്റ് ചെയ്യുക. അത് ടീൻ്റെ ടേം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. അപ്പം ആൽഫ ഡബിൾ ഡോട്ട് 0 ആണെന്ന് കിട്ടി. 0 ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സർഫസ് ഏതോ ആയിക്കോട്ടെ, എസ് ആൽഫ ഓഫ് ടീനകത്ത് ഏത് വെക്ടർ എടുത്തു കഴിഞ്ഞാലും ഏത് വെക്ടറിനോടും 0 ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഉത്തരം എന്ത് തന്നെ വരും, 0 തന്നെ വരും. അതുകൊണ്ട് തന്നെ ആൽഫ ഡബിൾ ഡോട്ട് എല്ലാ എസ് ആൽഫ ഓഫ് ടീനെ മറ്റെല്ലാ വെക്ടറിനോടും ഓർത്തോഗണലാണെന്ന് പറഞ്ഞൂടെ, കാരണം 0 അല്ലേ, 0 ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും 0 അല്ലേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ആൽഫ ഡബിൾ ഡോട്ട് എസ് ആൽഫ ഓഫ് ടീൻ പെർപ്പിൻ്റെ അകത്തുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ആൽഫ എന്ന് പറയുന്നത് ഒരു ജിയോഡിസിക് ആണെന്ന് പറയാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഒരു ജിയോഡിസിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിട്ടുള്ള ആൽഫേൻ്റെ ഡബിൾ ഡെറിവേറ്റീവ് എടുക്കുക, ആൽഫ ഡബിൾ ഡോട്ട്. ആ ആൽഫ ഡബിൾ ഡോട്ട് എസ് ആൽഫ ഓഫ് ടി അതായത് എസ് ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആ സർഫസിനകത്ത് വെലോസിറ്റി വെക്ടേഴ്സ്, ആ വെലോസിറ്റി വെക്ടേഴ്സിനോട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പം 0 ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളും കൂടി, അതായത് സെയിം സാധനം തന്നെയാണ്, ആൽഫ ഡബിൾ ഡോട്ട് എസ് ആൽഫ ഓഫ് ടീനോട് ഓർത്തോഗണലാണെന്ന് കാണിക്കേണ്ട മറ്റൊരു എക്സാമ്പിൾ. അതായത് എന്താ നമുക്ക് കാണിക്കേണ്ടത്, ജിയോഡിസിക് ആണെന്ന് കാണിക്കണം. ആൽഫ എന്ന് പറയുന്നത് ജിയോഡിസിക് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള മറ്റൊരു എക്സാമ്പിളാണ് പറയുന്നത്. ഇപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നേരത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് 0 എന്നുള്ള രീതിക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് പോകാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യനാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു ജനറൽ ആയിട്ടുള്ള എൻ സർഫസ് അല്ല തന്നിട്ടുള്ളത്. സർഫസ് എന്ന് പറയുന്നത് സിലിണ്ടറാണ്. x1² + x2² = 1 എന്ന് പറയുന്ന സിലിണ്ടറിനോട് ആൽഫ ഓഫ് ടി തന്നിട്ടുണ്ട് cos AT + B sin AT + B, CT + D എന്ന് പറയുന്ന R3യിലാണ്. അപ്പം അതാണ് ആൽഫ ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട്. ആൽഫ ഓഫ് ടിയും തന്നിട്ടുണ്ട്, സർഫസും തന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയി എല്ലാ സർഫസിനകത്തെ ആൽഫകൾ എടുക്കുക, അല്ലെങ്കിൽ സർഫസിനകത്തെ വെലോസിറ്റി വെക്ടേഴ്സ് എടുക്കുകഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി സുഖമാണ്. അപ്പം അതിന് നമ്മൾ വേറെ മെത്തേഡ് യൂസ് ചെയ്യാം.
ഇപ്പം നമുക്ക് പറയേണ്ടത് എന്താ, ആൽഫ ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് എസ് ആൽഫ ഓഫ് ടി പെർപ്പിനകത്ത് ആളാന്ന് കാണിക്കാനാണ് കാണിക്കേണ്ടത് അല്ലേ. ജിയോഡിസിക് ആണെന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ആണല്ലോ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ സർഫസ് എസ് പി പഠിച്ചു, അതായിരുന്നു ടാൻജൻറ്റ് സ്പേസ് വെലോസിറ്റി വെക്ടേഴ്സിൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളതിനെ എസ് പിക്ക് പകരം എസ് ആൽഫ ഓഫ് ടി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. പി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ നമ്മൾ എടുക്കുന്ന ആൽഫ ഓഫ് ടി ആണ്. അപ്പം എസ് ആൽഫ ഓഫ് ടി എന്ന് പറയുന്നതാണ് നമ്മുടെ വെലോസിറ്റി വെക്ടർ ഫീൽഡ് വരുന്നത്. ഇനി എസ് പി പെർപ്പ് എന്ന് പറയുന്നത് ഏത് ഡയമെൻഷനാണ്, 1 ഡയമെൻഷനിലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. എസ് പി എന്ന് പറയുന്നത് n ഡയമെൻഷനിലാണെന്നുണ്ടെങ്കിൽ എസ് പി പെർപ്പ് എന്ന് പറയുന്നത് 1 ഡയമെൻഷനിലാണെന്നും, ഈ എസ് പി പെർപ്പ് 1 ഡയമെൻഷനിലാകുമ്പം ഏതോ ഒരാളെയും കൊണ്ട് സ്പാൻ ചെയ്യുന്ന ആൾക്കാരാവുമല്ലോ അതിനകത്ത് എലമെൻറ്റ്സ് വരിക. അപ്പം ഒന്നില്ലെങ്കിൽ നോർമൽ വെക്ടേഴ്സ് എന്നിനോട് സ്പാൻ ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഡെൽ എഫിനോട് സ്പാൻ ചെയ്താൽ മതി. ഇതിട്ട് ഏതൊരു വെക്ടേഴ്സ് കിട്ടണം 1 ഡയമെൻഷനിലാണ്. അപ്പോൾ ഇതിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡെൽ എഫിനോട് സ്പാനാണ്, അതായത് ഇതിൻ്റെ ഒരു സ്കേലാർ മൾട്ടിപ്പിൾ ആയിരിക്കാം, അല്ലെങ്കിൽ എന്നിൻ്റെ സ്കേലാർ മൾട്ടിപ്പിൾ ആണ്. നമ്മൾ മുന്നേ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമാണ്. മുന്നത്തെ 3 വീഡിയോസ് ഉണ്ട്, ആ 3 ഏതിലും ഒരെണ്ണത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. എസ് പി പെർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡയമെൻഷനിലാണെന്നും എന്നിനെ എന്ത് സ്പാൻ ചെയ്താൽ മതിയെന്നും അല്ലെങ്കിൽ ഡെൽ എഫിനായിട്ട് സ്പാൻ ചെയ്താൽ മതിയെന്നും. അപ്പം ഇവിടെ നമുക്ക് കാണിക്കേണ്ടതും ദ സെയിം തന്നെയാണ്. എസ് ആൽഫ പെർപ്പിനകത്ത് ഉണ്ടെന്ന് കാണിക്കണം. ദാറ്റ് ഈസ് ഒന്നില്ലെങ്കിൽ എൻ ആൽഫ ഓഫ് ടീൻ്റെ ഇവിടെ പോയിന്റ് പി അല്ലാത്തതുകൊണ്ട് ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞത് പോയിന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ എൻ ആൽഫ ഓഫ് ടി എന്നുള്ളത് പ്രത്യേകം കാണിക്കണം. ഓക്കെ, വെറും എൻ എഴുതിയ പോലെ എൻ ആൽഫ ഓഫ് ടി തന്നെ എഴുതണം, കാരണം ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞ പോയിന്റിലാണല്ലോ ഉള്ളത്. അപ്പം ഒന്നില്ലെങ്കിൽ എന്നിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ഡെൽ എഫിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് കാണിച്ചാൽ മതി. സ്കേലാർ മൾട്ടിപ്പിൾ എന്നാണല്ലോ നമ്മൾ പറയുക, സ്പാൻ ചെയ്യാൻ പറഞ്ഞാൽ സ്കേലാർ മൾട്ടിപ്പിൾ ആണെന്ന് കാണിച്ചാൽ മതി. സോ ആൽഫ ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് ഡെൽ എഫിൻ്റെയോ എന്നിൻ്റെയോ മൾട്ടിപ്പിൾ ആണെന്ന് കാണിച്ചാൽ മതി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന എന്നിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് കാണിക്കുകയാണ്. അതിനകത്ത് ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, ആൽഫ ഓഫ് ടി തന്നിട്ടുണ്ട് അല്ലേ. അതിനെടുത്ത് എഴുതി വെച്ചു കോസ് എ ടി പ്ലസ് ബി സൈൻ എ ടി പ്ലസ് ബി സി ടി പ്ലസ് ഡി എന്ന് പറയുന്നത്. ഇനി നമുക്ക് തന്നിട്ടുള്ള ഇതാണ് സർഫസ് അല്ലേ. ഇത് സർഫസ് എപ്പോഴും ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു എഫ് ഇൻവേഴ്സ് ഓഫ് സി ആയിരിക്കുമല്ലോ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ സി ഏതോ ഒരു സ്പെസിഫിക് സാധനമാണ്, ഏതോ ഒരു സിക്കുള്ള ലെവൽ സെറ്റാണ് ഈ സർഫസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഫംഗ്ഷനായിട്ട് എടുക്കേണ്ടത് x1² + x2² നമ്മൾ എഫ് ആയിട്ട് എടുത്തു. എഫ് ഓഫ് x1 x2 x3 എന്ന് പറയുന്നത് x1² + x2² എടുത്തു. അതിൻ്റെ 1ൻ്റെ ഇൻവേഴ്സ് എടുത്ത് നോക്കി, എഫ് ഇൻവേഴ്സ് ഓഫ് 1 ആണ് നമ്മുടെ സർഫസ്. അപ്പോൾ തന്നെയല്ലേ വരിക. എഫ് ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ലെവൽ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം വരും, x1² + x2² = 1 എന്ന് പറയുന്ന സിലിണ്ടർ കിട്ടും. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് 1 ആണ് നമ്മുടെ സർഫസ്, എഫ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. അതിൻ്റെ ഡെൽ എഫ് ഒന്ന് നോക്കി, ഡെൽ എഫ് കണ്ടു നോക്കി. എന്താണ് ഡെൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഓരോ പോയിന്റിലും അതിന് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പം x1² + x2² x1ൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2x1 വരും, സെക്കൻഡിൽ 2x2 വരും. x3യുടെ ടേം ഇല്ലാത്തതുകൊണ്ട് തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x3 എടുക്കുമ്പോൾ 0 വരും. അപ്പോൾ തേർഡ് കോളം എന്ന് പറയുന്നത് 0 വരും. പി എന്ന് പറയുന്ന പോയിന്റ് x1 x2 x3 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൽ എഫ് ഓഫ് പി എന്ന് പറയുന്നത് ഇതാണ്, കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ നോം എടുക്കുകയാണ്. നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് റൂട്ട് ഓഫ് ഓരോ ടേമിൻ്റെയും സ്ക്വയർ. അപ്പോൾ ഡെൽ എഫ് ഓഫ് പി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതിൻ്റെ നോം എടുക്കുമ്പോൾ ജസ്റ്റ് റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ, 2x1² + 2x2². അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 2 വരും. അതെങ്ങനെയാണ് 2 വരുന്നത്, കാരണം ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 2x1², അത് 4x1² എന്ന് വരും. ഇതിൽ എഴുതുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടേ, പ്ലസ് 4x2² വരും. ഓക്കെ, അപ്പം ഇനി ഈ 4 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 4 × x1² + x2² എന്ന് എഴുതിക്കൂടെ. ഇനി x1² + x2² എന്താ, സിലിണ്ടർ. നമ്മുടെ സർഫസ് എന്ന് പറയുന്നത് സിലിണ്ടറാണ്. x1² + x2² എപ്പോഴും 1 ആണ്. അപ്പോൾ റൂട്ട് 4 വരും, ദാറ്റ് ഈസ് 2 വരും. അങ്ങനെയാണ് ഇത് ഒറ്റയടിക്ക് ഇവിടെ 2 ആയിട്ടുള്ളത്. ഇപ്പോൾ ഡെൽ എഫ് ഓഫ് പി എന്ന് പറയുന്നത് 2 ആണ്. നമ്മളിത് കാണുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ n എടുക്കാനാണ്. എന്നിനോട് നമ്മൾ
നേരത്തെ പറഞ്ഞിട്ടുണ്ട് സർഫേസ് എടുക്കുമ്പം എൻ സർഫേസ് ആണെന്നുണ്ടെങ്കിൽ അതിനടുത്ത് എക്സാക്ട്ലി 2 N1 N2 ഉണ്ടാവുള്ളൂ, വേറൊരു N3 ഉണ്ടെന്നുണ്ടെങ്കിൽ അത് N1 N2 ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് നോർമൽ വെക്ടേഴ്സ് ആകെ എക്സാക്ട്ലി 2 ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ N ∂F/norm ∂F ആണെന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ N കണ്ടെത്തുകയാണ് ഇവിടെ. ആ എന്നിനോട് എന്നിൻ്റെ സ്കേലാർ മൾട്ടിപ്പിളാണ് ആൽഫ ഡബിൾ ഡോട്ട് എന്ന് കാണിക്കലാണ് നമ്മുടെ എയിം നമ്മൾ പറഞ്ഞു അല്ലേ. ആൽഫ ഡബിൾ ഡോട്ട് ആൽഫ എന്ന് പറയുന്നത് ജിയോഡിസിക് ആണെന്ന് കാണിക്കുക, ആൽഫ ഡബിൾ ഡോട്ട് എന്നിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് കാണിക്കണം. അപ്പോൾ ഇനി ആദ്യം എന്നെ ഡിഫൈൻ ചെയ്യണ്ടേ, അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ∂F എന്ന് പറയണം, ∂F/norm ∂F ചെയ്തു. ∂F എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, 2x2 2x1 2x2 എന്ന് പറയുന്നത് ഈ സാധനമാണ് ∂F എന്ന് പറയുന്നത്. /2 ചെയ്യുമ്പോൾ P, x1 x2 0 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഇനി ഇതെന്താണ്, ഇതിന് നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? ഇത് N(P) ആണ് ഈ പറയുന്ന P x1 x2 0 എന്ന് പറയുന്നത്. P പറഞ്ഞ പോയിന്റിൽ N(α)t കൊടുക്കുമ്പോൾ നമുക്ക് ആൽഫേൻ്റെ പോയിന്റ് ഏതാ വെച്ചാൽ അത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ കോസും നമുക്കറിയാം ആൽഫ എന്ന് പറയുന്നത് കോസ് AT+B sin AT+B CT+D എന്ന് പറയുന്നതാണ്. അപ്പോൾ കോമ്പോസിഷൻ കൊടുക്കുക, N(α)t കൊടുക്കുക. അപ്പോൾ N(α)t പറയുമ്പോൾ എന്നിൻ്റെ ആൽഫ(t)ൻ്റെ സാധനങ്ങൾ x1 x2 എന്ന് പറഞ്ഞ സംഭവത്തിനകത്ത് വരും. 0 പിന്നെ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് 0 തന്നെ വരും. ഓക്കെ, അപ്പം അതവിടെ നിൽക്കട്ടെ, നമുക്ക് ആവശ്യമുള്ളതാണ്, അതുകൊണ്ടാണ് അവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. N(P) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് കിട്ടി? P, x1 x2 0. അത് N(α)t ആകുമ്പം α(t) P മാറിയിട്ട് α(t) ആവും cos AT+B sin AT+B 0 എന്ന് വരും. ഇനി നമുക്ക് കാണേണ്ടത് ഇതാണ് N. ഇനി നമുക്ക് കാണേണ്ടത് ആൽഫ ഡബിൾ ഡോട്ട് ഈ എന്നിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് കാണിക്കണം അല്ലേ. ഇനി ആദ്യം ആൽഫ ഡോട്ട് കാണണ്ടേ. ആൽഫ നമുക്കറിയാം, അതിനെ ആൽഫ ഡോട്ട് ഡെറിവേറ്റ് ചെയ്യുമ്പം ആൽഫ ഡോട്ട് വരും. ജസ്റ്റ് d/dt ഓഫ് α(t) ചെയ്യുക. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ ആണ്. AT+Bൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -a വരും. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. AT+Bൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പം a വരും. ചെയിൻ റൂളാണ്. അതുപോലെ തന്നെ ഇവിടെയും സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് വരും. AT+Bൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ a വരും. അപ്പോൾ a cos AT+B. CT+Dൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ വെറും c മാത്രം വരും. അതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ആൽഫ ഡബിൾ ഡോട്ട് കാണാം. അപ്പം നമുക്കിത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വരും. -a² α(t) cos AT+B sin AT+B 0 എന്ന് വരും. അത് നമ്മൾ നേരത്തെ പറഞ്ഞു N(α)t തന്നെയല്ലേ. N(P) എന്ന് പറയുന്നത് x1 x2 0 ആണ്. അതിൽ N(P) എന്ന് പറഞ്ഞ പോയിന്റിലാണ് അങ്ങനെ. α(t) പറയുമ്പം N കോമ്പോസിഷൻ ആൽഫ കൊടുക്കണം, അതായത് N(α)t അല്ലേ. N(α)t പറഞ്ഞാൽ ആൽഫയിൽ എന്താണോ വരുന്നത് അത് x1 എന്നിൽ കൊടുക്കുക. അപ്പം cos AT+B sin AT+B 0 എന്ന് വരും. -a² N(α)t എന്ന് കിട്ടി. അപ്പം എന്നിൻ്റെ ഒരു സ്കേലാർ മൾട്ടിപ്പിൾ ആണ് ആൽഫ ഡബിൾ ഡോട്ട് എന്ന് കിട്ടി. എന്നിനോട് ഓർത്തോഗണലാണ്, അല്ലെങ്കിൽ എന്നിനോട് എൻ്റെ സ്കേലാർ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S(α) പെർപ്പൻ്റെ ഒരു മെമ്പറാണ്. S(α) പെർപ്പൻ്റെ മെമ്പർ ആണെങ്കിൽ ആൽഫ ജിയോഡിസിക് ആണ്. അപ്പം അത്രയേ ഉള്ളൂ പ്രൂവ് ചെയ്യാൻ. ആൽഫ ജിയോഡിസിക് ആണെന്ന് കാണിക്കണമെങ്കിൽ ആൽഫ ഡബിൾ ഡോട്ട് S(α) പെർപ്പനകത്ത് മെമ്പറാണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ജിയോഡിസിക് ആണെന്ന് കാണിക്കണം. ഇനി ഒന്നില്ലെങ്കിൽ S(α)t-നോട് ഡയറക്റ്റ്ലി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 വരുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നോർമൽ വെക്ടർ യൂണിറ്റ് നോർമൽ വെക്ടറിനോട് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫ ഡബിൾ ഡോട്ട് കിട്ടും. അതല്ലെങ്കിൽ ∂F-ൻ്റെ മൾട്ടിപ്പിളാണ് ഈ പറയുന്ന ആൽഫ ഡബിൾ ഡോട്ട്. ഈ പറയുന്ന 3 മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജിയോഡിസിക് ആണെന്ന് കാണിക്കാൻ പറ്റും. തരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മളിത് മാറ്റേണ്ടി വരും. അപ്പം ഇത് 2 എക്സാമ്പിളാണ് അതിനകത്തുള്ളത്. ഇനി നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതായത് α(t) തന്നിട്ടുണ്ട്, അതിൻ്റെ വെലോസിറ്റി ആക്സിലറേഷൻ സ്പീഡ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നോമാണെന്നാലും ആൽഫ ഡോട്ടിൻ്റെ നോമാണ്. ഇപ്പോൾ വെലോസിറ്റി എന്നും ആക്സിലറേഷൻ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ എന്ന് പറയുന്ന കർവ്, ആൽഫ ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി, ആക്സിലറേഷൻ പറയുമ്പോൾ ആൽഫ ഡബിൾ ഡോട്ട്. ഇനി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഉള്ളതാണ്. അത് ഡയറക്ഷൻ ഇല്ലാതെ തന്നെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോഴുള്ള ആളാണ് സ്പീഡ്. അപ്പോൾ ആ സ്പീഡ് കാണണമെന്നുണ്ടെങ്കിൽ ആൽഫ ഡോട്ട് എടുത്തതിൻ്റെ നോം കണ്ടാൽ മതി. നേരത്തെ നമ്മൾ ചെയ്തു സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെന്ന് കാണിക്കാൻ നോം ആൽഫ ഡോട്ടിൻ്റെ ഡെറിവേറ്റീവ് 0 ആണെന്ന് കാണിച്ചത്. അതിൻ്റെ കാരണം എന്താ? നോം ആൽഫ ഡോട്ടാണ് സ്പീഡ്. അത് കോൺസ്റ്റൻ്റ് ആണ് കാണിക്കണമെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 0 കാണിക്കണം. അതുകൊണ്ടാണ് നേരത്തെ അവിടെ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വെലോസിറ്റി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഡോട്ട്, ആക്സലറേഷൻ ആൽഫ ഡബിൾ ഡോട്ട്. ഇനി ആൽഫ ഡോട്ടിൻ്റെ നോം എടുത്തു കഴിഞ്ഞാൽ എന്തായി? സ്പീഡുമായി. നോം എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ √ അതിലെ കമ്പോണൻസിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ്. ക്ലിയർ ആണല്ലോ. ജസ്റ്റ് 1-2 വേണമെങ്കിൽ പറയാം, ബാക്കി നിങ്ങൾ നോക്കാം കേട്ടോ. ജസ്റ്റ് സിമ്പിളാണ്, ഡെറിവേഷൻ ആണ്, അതൊന്നും പറഞ്ഞിരിക്കണ്ടല്ലോ. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിക്കൊണ്ടേ ഇരിക്കും, അതുകൊണ്ടാണ്.
തന്നിട്ടുള്ള ആൽഫ ഓഫ് ടി ടി സ്ക്വയർ എന്നുള്ള രൂപത്തിലാണ് തന്നിട്ടുള്ളത്. ടി സ്ക്വയർ. ഫസ്റ്റ് കമ്പൗണ്ട് ടി ആണ്, സെക്കൻഡ് ടി സ്ക്വയർ ആണ്. ഇപ്പോൾ വെലോസിറ്റി കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് തന്നെ ഡെറിവേറ്റ് ചെയ്യണം. ആൽഫ ഡോട്ട് എടുക്കണം. ആൽഫ ഡോട്ട് ടീൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ എന്ത് വരും? 1 വരും. ടി സ്ക്വയറിന് 2t വരും. അപ്പോൾ ആൽഫ ഡോട്ട് 1 2t. ആൽഫ ഡബിൾ ഡോട്ട് എന്താ? 1 ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 0, 2tനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 2 വരും. ഇനി സ്പീഡ് പറയണമ്പോൾ ഈ വെലോസിറ്റീൻ്റെ നോം എടുക്കാം. ആൽഫ ഡോട്ടിൻ്റെ നോം എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 2tൻ്റെ സ്ക്വയർ 4t സ്ക്വയർ. അപ്പോൾ അതാണ് എന്ത് വരും? 1 + 4t സ്ക്വയർ ആണ് സ്പീഡ്. സെയിം സാധനം തന്നെ താഴെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ ആൽഫ കേർവ് മാറുന്നതിനനുസരിച്ചിട്ട് ജസ്റ്റ് വെലോസിറ്റി, ആക്സിലറേഷൻ, സ്പീഡ് 5 എക്സാമ്പിൾ ഉണ്ട്. ഓരോ കേർവ് എടുക്കുക, തനിയെ ചെയ്ത് നോക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് പാരലൽ ട്രാൻസ്പോർട്ടാണ്. നോട്ട് ഷെയർ ചെയ്യാം കേട്ടോ, ഈ നോട്ട്. അപ്പം നോട്ടിൽ കൂടെ നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കണേ. ഇനി നെക്സ്റ്റ് പറയുന്നത് പാരലൽ ട്രാൻസ്പോർട്ട് എന്താണെന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ജിയോഡിസിക് എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ യൂണിറ്റിനകത്ത് വേറൊരു സാധനമാണ് പാരലൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഈ ഇതിൽ ഫസ്റ്റ് ഡെഫിനിഷൻ വരുന്നത്, ഒരു വെക്റ്റർ ഫീൽഡിന് നമ്മളെപ്പോൾ നേരത്തെ നമ്മളൊരു വെക്റ്ററിനെ എപ്പോഴാണ് ടാൻജൻറ്റ് എന്ന് പറയാമെന്ന് പറഞ്ഞു. ആൽഫ ഓഫ് ടി എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ പോയിന്റിൽ അതൊരു ടാൻജൻറ്റ് വെക്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിന് വെലോസിറ്റി വെക്റ്റേഴ്സ് എന്ന് പറയുന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ആ പോയിന്റിലെ വെലോസിറ്റി വെക്റ്റേഴ്സിനെയാണ് ടാൻജൻറ്റ് എന്ന് പറയാമെന്ന്. രണ്ടും അങ്ങോട്ടും പറയാം. അപ്പോൾ ഇവിടെ ഒരു വെക്റ്ററിനല്ല, ഒരു വെക്റ്റർ ഫീൽഡിന് മൊത്തം, അതിൽ കുറേ വെക്റ്റേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒരു വെക്റ്റർ ഫീൽഡിന് മൊത്തത്തിൽ ഒരു സർഫസിനോട് ടാൻജൻ്റ് ആണ്. ടാൻജൻറ്റ് ടു എസ് എന്ന് എപ്പോഴാണ് പറയാന്നുണ്ടെങ്കിൽ, ഒന്നുമില്ല, എസ് ആൽഫ ഓഫ് ടി ഉണ്ടല്ലോ, അതിനെ ടാൻജൻറ്റ് സ്പേസ് ഇല്ലേ, ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞ കർവിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സർഫസിലെ ടാൻജൻറ്റ് സ്പേസ് എസ് ആൽഫ ഓഫ് ടി, അതിൽ കണ്ടെയ്ൻ ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്സ് ഓഫ് ടി ബിലോങ്സ് ടു എസ് ആൽഫ ഓഫ് ടി ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക, ആ വെക്റ്റർ ഫീൽഡ് ടാൻജൻറ്റ് ടു എസ് ആണെന്ന് പറയും. എക്സ് ഇസ് ടാൻജൻറ്റ് ടു എസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് ടി ബിലോങ്സ് ടു എസ് ആൽഫ ഓഫ് ടി ഫോർ ഓൾ ടി ബിലോങ്സ് ടു, എല്ലാ ടിക്കും അങ്ങനെ ആയിരിക്കണേ. ഐ എന്ന് പറഞ്ഞാൽ ഇൻ്റർവലിനകത്ത് ഏതൊരു ടി എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എക്സ് ഓഫ് ടി എടുത്തു കഴിഞ്ഞാൽ എസ് ആൽഫ ഓഫ് ടിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ടാൻജൻറ്റ് ടു എസ് എന്ന് പറയും. ഇനി നമ്മൾ സാധാരണ എക്സ് ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവാണ്, വെലോസിറ്റി വെക്റ്റർ ഫീൽഡാണ്. ആ വെലോസിറ്റി വെക്റ്റർ ഫീൽഡ് എസ് ആൽഫ ഓഫ് ടിക്ക് ഓർത്തോഗണലാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതായത് ഇപ്പം എക്സ് എന്ന് പറയുന്നത് ടാൻജൻറ്റ് ടു എസ് ആണ്. ടാൻജൻറ്റ് ടു എസ് ആയിട്ടുള്ള ആൾക്കാരാണ് എക്സ് എന്ന് പറഞ്ഞ വെക്റ്റർ ഫീൽഡ്. പക്ഷേ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ടാൻജൻറ്റ് ടു എസ് ആയിക്കോണമെന്നില്ല. പക്ഷെ നമ്മളങ്ങനെ ഓർത്തോഗണലി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിഫറൻസിയേഷനും ഒപ്പം ഒരു പ്രൊജക്ഷൻ ഓപ്പറേഷനും കൂടിയിട്ട് നമ്മളതിനെ ആ സർഫസിനോട് ടാൻജൻഷ്യലാക്കുന്ന അല്ലെങ്കിൽ ഓർത്തോഗണലാക്കുന്ന പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ നമ്മൾ കൊവാരിയൻ ഡിഫറൻസിയേഷൻ എന്ന് പറയും. അത്രയൊന്നും ആലോചിക്കേണ്ട. സാധാരണ എക്സ് ഡോട്ട് നോർമൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ വെക്റ്റർ ഫീൽഡിന് എക്സ് ഡോട്ടാണ്. പക്ഷെ നമ്മളിവിടെ എക്സ് ഡാഷ് എന്ന് പറഞ്ഞ വേറൊരു ഓപ്പറേഷൻ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ കൊവേരിയൻ ഡിഫറൻസിയേഷൻ എന്ന് പറയുക. ആ എക്സ് ഡാഷ് കാണാനുള്ളതാണ് ഈ കാണുന്ന ബോക്സ്. സാധാരണ എക്സ് ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോയിൻ്റ് ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞ പോയിൻ്റ് ഉണ്ടെങ്കിൽ അത് കോമ ഓരോ ടേമിന്, ഇവിടെ x1 ഉണ്ടായിരിക്കും, xn+1 ഉണ്ടായിരിക്കും, ഓരോ ടേമിന് ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സാധാരണ ഡിഫറൻസിയേഷനാണ് എക്സ് ഡോട്ട് എന്ന് പറയുന്നത്. പക്ഷേ എക്സ് ഡാഷ് എന്ന് പറയുന്നത് അനദർ ഡിഫറൻസിയേഷനാണ്. എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ വേറൊരു ഡിഫറൻസിയേഷനാണ്. അതിൻ്റെ പേര് കൊവാരിയൻ ഡിഫറൻസിയേഷൻ ആണ്. ആ കൊവാരിയൻ ഡിഫറൻസിയേഷൻ ചെയ്യാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ മെത്തേഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് ഡോട്ട് മൈനസ് എക്സ് ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി ഇൻറ്റു എൻ കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി. ഈ ഒരു കാണുന്ന ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് എക്സ് ഡാഷ് എന്ന് പറഞ്ഞ സാധനം കിട്ടുക. ഇനി ഈ എൻ എന്ന് പറയുന്നത് 2 നോർമൽ വെക്റ്റേഴ്സേ ഉണ്ടാവുള്ളൂ എന്ന് നമുക്കറിയാം അല്ലേ. n1 ആൻഡ് n2 നമ്മൾ നേരത്തെ പഠിച്ചത് മ്യൂച്വലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള 2 യൂണിറ്റ് നോർമൽ വെക്റ്റേഴ്സാണ്. അത് n1 ആയാലും -n ആയാലും, ഒന്ന് n1 ആണെങ്കിൽ മറ്റേത് മൈനസ് ആണ്. അപ്പോൾ n ആയാലും -n ആയാലും ഇവിടെ വലിയ എഫക്റ്റ് ഒന്നുമില്ല. അത് രണ്ടായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് നെക്സ്റ്റ് ലൈൻ. അതായത് ഏതെങ്കിലും ഒരു യൂണിറ്റ് നോർമൽ വെക്റ്റർ എടുക്കുക, ആ ഒരു സ്പേസിനകത്ത് യൂണിറ്റ് നോർമൽ വെക്റ്റർ എടുക്കുക,
അതാണ് n എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഡാഷ് എന്ന് പറയുന്ന സംഭവം നമുക്ക് കൊവേറിയൻറ്റ് ഡിഫറൻസിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എക്സ് ഡോട്ട് എന്ന് പറയുന്നതും എക്സ് ഡാഷ് എന്ന് പറയുന്നത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു സാധാരണ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഡോട്ടാണ്. പക്ഷെ നമ്മൾ ഫംഗ്ഷന് സാധാരണ ഡിഫറൻസിയേഷൻ എന്താ എഫ് ഡാഷ്. നോർമൽ നമ്മൾ ഡാഷാണ് ഡിഫറൻസിയേഷന് ഡിനോട്ട് ചെയ്യാറ്. ഏതെങ്കിലും ഫംഗ്ഷൻ ആകുമ്പോൾ എഫ് ഡാഷ്, എഫ് ഡബിൾ ഡാഷ് അങ്ങനെയല്ലേ നമ്മൾ കൊടുക്കാറ്. ഡിഫറൻഷ്യലിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ പേപ്പറിനകത്ത്. അപ്പം ഇതെന്ന് പറയുമ്പം ഇവിടെ വെക്റ്റർ ഫീൽഡ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് എക്സ് ഡോട്ടാണ്. കൊവാരിയൻറ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോഴാണ് എക്സ് ഡാഷ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അതിൻ്റെ ഇതേപോലത്തെ പ്രോപ്പർട്ടീസ് നേരത്തെ നമ്മൾ ചെയ്തില്ലേ ഡോട്ട് പ്രൊഡക്റ്റ്, അതായത് ഡോട്ടിന് ചെയ്ത സെയിം പ്രോപ്പർട്ടീസൊക്കെ കൊവാരിയൻറ്റിനും കൂടി ബാധകമാണ്. എക്സ് പ്ലസ് വൈ ഹോൾ ഡാഷ് ഈക്വൽ ടു എക്സ് ഡാഷ് പ്ലസ് വൈ ഡാഷ്. അവിടെ നമ്മൾ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യായിരുന്നെങ്കിൽ ഇവിടെ എക്സ് ഡാഷ് ഇത്രയും വലിയൊരു സാധനം കൊടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. എക്സ് ഡാഷ് കാണുന്നിടത്തൊക്കെ ഇത് കൊടുക്കുക. എക്സ് പ്ലസ് വൈ ഡാഷ് ആണെങ്കിൽ എക്സ് പ്ലസ് വൈ, എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് വൈ കൊടുത്തിട്ട് സെയിം സാധനം, അതായത് ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാനുള്ള സാധനമേ ഉള്ളൂ ഈ പ്രൂഫുകൾ, ഈ പ്രോപ്പർട്ടീസ്. ഓക്കെ, എക്സും വൈ സ്മൂത്ത് വെക്റ്റർ ഫീൽഡുകളാണ്, എലോങ് എസ് ആണ്, ടു എസ് ആണ്, കർവ് ആൽഫയാണ്, എഫ് സ്മൂത്ത് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 3 പ്രോപ്പർട്ടീസ് നമുക്ക് പ്രൂവ് ചെയ്ത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ മറ്റു ചോദിക്കാം, ഇതാണ് കൂടുതൽ ചാൻസ്. വെറും എക്സിൻ്റെ ഡാഷ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇത്രയും എക്സ് ഡോട്ട് മൈനസ് എക്സ് ഡോട്ട് ഇൻറ്റു എൻ കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി ഇൻറ്റു എൻ കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി വരും. ഇവിടെ എക്സ് പ്ലസ് വൈൻ്റെ ഡാഷാണ്. അപ്പോൾ എക്സ് ഉള്ളിടത്തൊക്കെ ആര് വരണം, എക്സ് പ്ലസ് വൈ കൊടുക്കുക. എക്സ് ഉള്ളിടത്തൊക്കെ എക്സ് പ്ലസ് വൈ കൊടുത്തിട്ട് ഇക്വേഷൻ എഴുതി അല്ലേ. എക്സ് പ്ലസ് വൈൻ്റെ കൊവാരിയൻറ്റ് ഡിഫറൻസിയേഷനാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, എക്സ് ഉള്ളിടത്ത് എക്സ് പ്ലസ് വൈ കൊടുത്തു. അത് കൊടുത്തിട്ടാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എന്താണത്, അത് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തു. എക്സ് പ്ലസ് വൈ ഹോൾ ഡോട്ട് കൊടുത്തു. എക്സ് ഉള്ളിടത്ത് എക്സ് പ്ലസ് വൈ കൊടുത്തു. ഇനി ജസ്റ്റ് അതിനെ ഡോട്ട് പ്രൊഡക്റ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ച കാര്യമാണ്. സോ ഈ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതി. അത് ഇവിടെയും ചെയ്തു, എല്ലായിടത്തും അത് തന്നെ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, എൻ കോമ്പോസിറ്റ് ആൽഫ ഇവിടെ പ്ലസ് ആണ്, പുറത്ത് ഡോട്ടാണ്, ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, കോമൺ രണ്ടാൾക്കും കൊടുക്കുക. എക്സ് ഓഫ് ടി ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി, പുറത്ത് എൻ കോമ്പോസിറ്റ് ആൽഫ ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത ആൾക്കും വൈ ഓഫ് ടിക്കും ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ സാധനം വരും. അപ്പം മൊത്തം നമുക്ക് 4 ടേം വരും. എക്സ് ഡോട്ട് വരും, വൈ ഡോട്ട് വരും, പിന്നെ എക്സിന് ഇത് കൊടുത്ത ടേം വരും, വൈന് ഇത് കൊടുത്ത ടേം വരും. അങ്ങനെ 4 ടേം വരും. ആ 4 ടേമിനെ ജസ്റ്റ് നമ്മളൊന്ന് ഓർഡറിൽ എഴുതി. എക്സ് ഓഫ് ടി ആദ്യം എഴുതി, എന്നിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത ടേം എഴുതി വെച്ചു അല്ലേ. എക്സ് ഡോട്ടിനെ സ്പ്ലിറ്റ് ചെയ്ത്, പിന്നെ വൈ ഓഫ് ടി എഴുതി, പിന്നെ വൈ ഓഫ് ടീനെ സ്പ്ലിറ്റ് ചെയ്ത ടേം എഴുതി വെച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് ഡയറക്റ്റ് എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന ഫോമിലേക്ക് എത്തും. ജസ്റ്റ് ഒന്നുമില്ല, എക്സ് പ്ലസ് വൈ ഹോൾ ഡാഷ്, അതായത് അതിൻ്റെ കൊവാരിയൻറ്റ് ഡിഫറൻസിയേഷൻ്റെ ഡെഫിനിഷൻ അങ്ങനെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിന് ബ്രാക്കറ്റ് പൊട്ടിച്ച് ഓപ്പൺ ചെയ്യുക. എന്നിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്തൊന്ന് ഓർഡറിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനം കിട്ടും. അതുതന്നെയാണ് അടുത്ത സ്റ്റെപ്പും. ഇത് ഇനി റിപ്പീറ്റ് അടിച്ച് പറഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷൻ ആവുകയുള്ളൂ, കാരണം ഇവിടെ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ ഓരോ സ്റ്റെപ്പ് കൂടെ അങ്ങനെ പോയി നോക്കുക. ഓക്കെ, കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയുള്ളൂ. ജസ്റ്റ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഈ സ്ക്രീനിലേക്ക് ഇത്രയും വലിയ സ്റ്റെപ്പ് എഴുതാൻ കഴിയില്ല. അപ്പോൾ വായിക്കുന്നതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിനെ എന്താണോ ഏതിൻ്റെയാണോ ഡാഷ് കണ്ടത് അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ടല്ലോ, എക്സ് ഡാഷ് ഈക്വൽ ടു നമ്മൾ പഠിച്ചു വെച്ചില്ലേ കൊവാരിയൻറ്റ് ഡിഫറൻസിയേഷൻ. സോ ആ സാധനം ഡയറക്റ്റഡ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ടേം ആക്കി നമ്മൾ മാറ്റും. അത് ഡയറക്റ്റ് നമുക്ക് എന്ത് എത്തിക്കണം എന്നുള്ളൊരു ബോധം നമുക്കുണ്ടല്ലോ, ആ സാധനത്തേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് എത്തിക്കോളും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു സാധനമാണ്. സാധനം സിമ്പിളാണ്, നോക്കാം. പാരാമീറ്ററൈസ്ഡ് കർവ് ആൽഫ from I to S is geodesic in S if and only if the covariant acceleration alpha dot dash is 0 along alpha. അപ്പം ആൽഫ ജിയോഡിസിക് ആണെങ്കിൽ കൊവാരിയൻ്റ് ആക്സിലറേഷൻ, ഡിഫറൻസിയേഷൻ അല്ല ആക്സിലറേഷൻ പറയുമ്പോൾ എന്താ, ആൽഫ ഡോട്ട് എന്ന് പറയുന്നത് ആ വെലോസിറ്റി, അതിൻ്റെ ഡെറിവേറ്റീവാണ് ആക്സിലറേഷൻ. പക്ഷെ ഇവിടെ വെറും ഡെറിവേറ്റീവ് ആണോ, അല്ല. കൊവാരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ആൽഫ ഡോട്ടിൻ്റെ ഡാഷ് മതി. സാധാരണ ആക്സിലറേഷൻ പറഞ്ഞാൽ ആൽഫ ഡബിൾ ഡോട്ടാണ്. പക്ഷേ ഇവിടെ നമുക്കറിയാം ആക്സിലറേഷൻ പറഞ്ഞാൽ വെലോസിറ്റീൻ്റെ ഡെറിവേറ്റീവാണ്. ഇവിടെ വെറും ആക്സിലറേഷൻ അല്ലാത്തതുകൊണ്ട് കൊവാരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഡാഷ് വരും. ഇത് 0 ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്
ആൽഫ ജിയോഡിസിക് ആകുമ്പം. ആൽഫ ജിയോഡിസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഡബിൾ ഡോട്ട് എസ് ആൽഫേൻ്റെ പെർപ്പിനകത്തുള്ളതാണ്. അപ്പം അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആൽഫ ഡബിൾ ഡോട്ട് എസ് ആൽഫ പെർപ്പിനകത്തുള്ളതാണ്. ആൽഫ ജിയോഡിസിക് ആണെന്നുണ്ടെങ്കിൽ ആൽഫ ഡോട്ട് ഓഫ് ഡാഷ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. ഈ ആൽഫ ഡോട്ട് ഓഫ് ഡാഷ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ആൽഫ ജിയോഡിസിക് ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് രണ്ട് സൈഡും. ഇതാണെങ്കിൽ മറ്റതാണെങ്കിൽ തിരിച്ചുമാണ്. അങ്ങനെ രണ്ട് സൈഡിലേക്ക് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം. ആൽഫ എന്ന് പറയുന്നത് ജിയോഡിസിക് ആയിട്ട് എടുത്തു. സോ ആൽഫ ഡോട്ടിന് ഓരോ സ്റ്റെപ്പ് കൂടെ പോവുക. ആൽഫ ഡബിൾ ഡോട്ട് ആൽഫ ജിയോഡിസിക് ആണെങ്കിൽ ആൽഫ ഡബിൾ ഡോട്ട് ബിലോങ്സ് ടു എസ് ആൽഫ ഓഫ് ടി പെർപ്പിനകത്ത് മെമ്പറാണ്. നമുക്കറിയാം എസ് ആൽഫ ഓഫ് ടി പെർപ്പിനകത്ത് മെമ്പർ ആണെങ്കിൽ എൻ ഓഫ് ആൽഫ ഓഫ് ടീൻ്റെ എന്താണ് മൾട്ടിപ്പിളാണ്. സോ എൻ ഓഫ് ആൽഫ ഓഫ് ടീനെ നമുക്ക് എൻ ഓഫ് ആൽഫ ഓഫ് ടി എന്ന് പറയുന്നതിന് പകരം എൻ കോമ്പോസിറ്റ് ആൽഫ. എൻ ഓഫ് ആൽഫ ഓഫ് ടി എന്നുള്ളതിനെ നമുക്ക് എന്തെഴുതാം? എൻ കോമ്പോസിറ്റ് ആൽഫ എഴുതാം. കാരണം അത് ഇവിടെ എൻ ഓഫ് ആൽഫ വരാൻ കാരണം എസ് പി അല്ല എസ് ആൽഫ ഓഫ് ടി പെർപ്പാണ്. അതുകൊണ്ട് തന്നെ എൻ ഓഫ് ആൽഫ ഓഫ് ടീൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്കറിയാം. കാരണം ജിയോഡിസിക് ആണെന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. എന്നിൻ്റെ മൾട്ടിപ്പിൾ ആയിരുന്നില്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ എന്നുള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ജി ഓഫ് ടി ഇൻറ്റു എൻ കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി എന്ന് എഴുതി. ആൽഫ ഡബിൾ ഡോട്ട് ഈക്വൽ ടു ജി ഓഫ് ടി ഇൻറ്റു ഇത് മൾട്ടിപ്പിൾ ആണല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു ജി ഓഫ് ടി വരുന്നത്. അപ്പോൾ ജി ഓഫ് ടി ഇൻറ്റു എൻ കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി, അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇനി രണ്ട് സൈഡിൽ നമ്മൾ എൻ കോമ്പോസിറ്റ് ആൽഫ കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണേ. ഇതിൻ്റെ രണ്ട് സൈഡിലും എൻ കോമ്പോസിറ്റ് ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്കറിയാം രണ്ട് യൂണിറ്റ് വെക്ടേഴ്സിനെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1 വരും അല്ലേ? നമുക്കറിയാവുന്ന യൂണിറ്റ് വെക്ടേഴ്സ് ഇതാ പരിചയമുള്ളത് ഐ ജെ കെ എന്ന് പറയുന്ന സാധനങ്ങൾ നമുക്കറിയില്ലേ യൂണിറ്റ് വെക്ടേഴ്സ്. അതിനെ ഇത് ഐ ഡോട്ട് ഐ എടുത്തു കഴിഞ്ഞാൽ എന്താ? 1 അല്ലേ? അപ്പോൾ യൂണിറ്റ് വെക്ടേഴ്സിനെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എന്ത് വരും? 1 വരും. അപ്പം ഇത്രയും ഭാഗം എന്തായിപ്പോയി? 1 ആയിപ്പോയി. ബാക്കി ആരുണ്ട്? ജി ഓഫ് ടി. അപ്പോൾ ആൽഫ ഡബിൾ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് ടി ആണെന്ന് കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. അപ്പോൾ 1 2 പറഞ്ഞ രണ്ട് ഇക്വേഷൻ കിട്ടിയേ. ഇനി നമുക്ക് കാണിക്കേണ്ടത് ഇനി എന്ത് ചെയ്തെന്ന് അറിയോ? ഇപ്പം നമുക്ക് ജി ഓഫ് ടീൻ്റെ വാല്യൂ നമുക്ക് അറിയാമല്ലോ. എന്താണ്? ആൽഫ ഡബിൾ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി അല്ലേ? അത് ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊരു ലെഫ്റ്റ് സൈഡിൽ ആൽഫ ഡബിൾ ഡോട്ട് ഡൗട്ടില്ല. ഇനി ജി ഓഫ് ടി എന്ന് പറഞ്ഞ സാധനത്തിന് പകരം ഇത് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ ആൽഫ ഡബിൾ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി വരും. ഇവിടെ ബാക്കി പുറത്താരുണ്ട്? ഒന്നാമത്തെ ഇക്വേഷനിൽ എൻ കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ രണ്ട് ഇക്വേഷനും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ ഇത് കിട്ടി. ഇനി ഇത് ഈക്വൽ ടു അല്ലേ? റൈറ്റ് സൈഡിന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വന്നു? ആൽഫ ഡബിൾ ഡോട്ട് മൈനസ് ആ വലിയ ടേം വന്നു അല്ലേ? ഇനി നോക്കിയേ, ഇതെന്താ? ഇതല്ലേ ആൽഫ ഡോട്ട് എന്ന് പറഞ്ഞ ടേമിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊവാരിയൻ്റ് ഡിഫറൻസിയേഷൻ എടുത്ത് നോക്കിയേ. നേരത്തെ നമ്മൾ എക്സിൻ്റെ കൊവാരിയൻ്റ് ഡിഫറൻസിയേഷൻ എന്താ വന്നു കഴിഞ്ഞാൽ എക്സ് ഡോട്ട് മൈനസ് എക്സ് ഡോട്ട് ഇൻറ്റു എൻ കോമ്പോസിറ്റ് ആൽഫ അതല്ലേ വന്നിരുന്നത്. ഇവിടെ നമുക്ക് എക്സിലുള്ളടത്ത് പകരം ആൽഫ ഡോട്ടാണ്. അപ്പോൾ ആൽഫ ഡോട്ടിന് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് നേരത്തെ എന്ത് വന്നു? ആൽഫ ഡോട്ട് ഒരു ഡോട്ടും കൂടി നമ്മൾ ആൽഫ ഡബിൾ ഡോട്ട് എന്ന് എഴുതിയാൽ മതി. അതാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ള സാധനം. ഈ സാധനം ആൽഫ ഡോട്ടിന് നമ്മൾ ജസ്റ്റ് ആ ഡെഫിനിഷൻ ഇട്ട് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ഇതാ കിട്ടുമെന്ന് എഴുതി വെക്കണേ. അപ്പം അത് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 0 എന്ന് കിട്ടി. അതായത് ഈ കൊവാരൻ്റ് ആക്സിലറേഷൻ എന്തായി? 0 ആണ്. അപ്പോൾ ആൽഫ ജിയോഡിസിക് ആണെങ്കിൽ ആക്സിലറേഷൻ 0 ആണ്. ഇനി തിരിച്ച് കോൺവേഴ്സ്ലി എടുക്കുക. കൊവാരൻ്റ് ആക്സിലറേഷൻ 0 ആണെന്ന് എടുക്കുക. ആൽഫ ഡോട്ട് ഓഫ് ഡാഷ് ഈക്വൽ ടു 0. അത് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്തു. അത് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള ഈ മൈനസ് ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ കിട്ടി. ദാറ്റ് ഈസ് ഈ എൻ കോമ്പോസിറ്റ് ആൽഫേൻ്റെ മൾട്ടിപ്പിൾ ആണ് ആൽഫ ഡബിൾ ഡോട്ട് എന്ന് കിട്ടി. സോ അതായത് ആൽഫ ഡബിൾ ഡോട്ട് എസ് ആൽഫ ഓഫ് ടി പെർപ്പിനകത്ത് ആളാന്ന് കിട്ടി. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സംഭവം സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ പഠിച്ച് വലിയ തിയറീസും തിയറംസും ഒക്കെ പഠിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള എപ്പോഴും ചോദിച്ചാണ് ഈ സാധനങ്ങൾ പാസ്സാവാനല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുക. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള സാധനമാണ്. പക്ഷേ സിമ്പിളാണ്, പഠിക്കാൻ എളുപ്പമാണ്. ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾ അത് ഓർമ്മ വേണം. ഓരോ സെക്ഷനകത്തും ഓരോ ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. ഓരോന്ന് ചെക്ക് ചെയ്യാനും ക്വസ്റ്റ്യൻസ് നല്ല വരുന്നുണ്ട്. അപ്പം ഓരോ ഡെഫിനിഷനും സാധനങ്ങളും കറക്റ്റായി പഠിക്കുക. പിന്നെ വലിയ തിയറംസൊക്കെ മാക്സിമം പറ്റുന്നുണ്ടെങ്കിൽ പഠിക്കുക. പക്ഷെ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഒന്നും അല്ലല്ലോ.
അപ്പം ആ വലിയ തിയറത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സെയിം ടൈം നമുക്ക് 2-3 തിയറം കവർ ചെയ്യാൻ പറ്റും. കാരണം ഇതിന് 5-6 പേജൊക്കെ ഉള്ള പ്രൂഫുകളൊക്കെ വരുന്ന വലിയ തിയറംസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒന്നും നോക്കാണ്ടിരിക്കണതാണ് നല്ലത്, ബെറ്റർ. പിന്നെ അതൊന്നും വീഡിയോനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. വലിയ തിയറംസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ലെങ്തിയർ ആവുന്തോറും ചോദിക്കാനുള്ള ചാൻസ് കൂടും. കാരണം അത്രയും പ്രിൻറ്റ് ചെയ്ത് വരണ്ടേ. അപ്പോൾ അങ്ങനത്തെ സാധാരണ ഷോർട്ടായിട്ടുള്ള തിയറംസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള തിയറംസാണ് പൊതുവേ ചോദിക്കാറ്. ബാക്കിയൊക്കെ നിങ്ങളുടെ എന്താ പറയുക ലക്ക് പോലിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് ഈ ഒരു പ്രൂഫ് ഓക്കെയാണെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് ഒരു ഡെഫിനിഷനും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ കുറച്ച് 2 പ്രോപ്പർട്ടീസും കൂടി ഉണ്ട്. ഫസ്റ്റ് വൺ, എക്സ് ഇസ് പാരലൽ എലോങ് ആൽഫ. അതായത് എക്സ് പാരലാണ്. പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സിംപ്ലി പാരലൽ എന്ന് പറഞ്ഞാൽ എക്സ് ഡാഷ് ഈക്വൽ ടു 0. ഇപ്പോൾ എക്സ് ഡാഷ് 0 ആണെന്നുണ്ടെങ്കിൽ എക്സ് കോൺസ്റ്റൻറ്റ് ലെങ്ത് ആണെന്ന് പ്രൂവ് ചെയ്യണം. കോൺസ്റ്റൻറ്റ് ലെങ്ത് ആണെന്ന് പറയണമെങ്കിൽ എന്താ, അതിൻ്റെ ലെങ്ത്ത് കോൺസ്റ്റൻ്റ് ആണ്. അതായത് ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോം എക്സ് കോൺസ്റ്റൻ്റ് ആണ്. നോം എക്സിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഒരു സാധനം കോൺസ്റ്റൻ്റ് എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഒരുപാട് വട്ടം ചെയ്താണ് എന്താണ് ഡെറിവേറ്റീവ് 0 ആണെന്ന് കൊടുക്കുക. ഇപ്പോൾ d/dt ഓഫ് നോം എക്സ് 0 ആണെന്ന് കാണിച്ചാൽ മതി ആക്ച്വലി. പക്ഷേ നോം എക്സ് എന്ന് പറയുമ്പം നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. റൂട്ട് ഓഫ് ഒരു സംതിങ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുക. പക്ഷേ നോം എക്സ് സ്ക്വയർ നമുക്ക് സിംപ്ലി എക്സ് ഡോട്ട് എക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ നോം എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് നോം എക്സ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുകയാണ് ചെയ്യുക. ഒരു സാധനത്തിൻ്റെ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ റൂട്ട് സാധനം കോൺസ്റ്റൻ്റ് തന്നെയല്ലേ. അപ്പോൾ d/dt ഓഫ് നോം എക്സ് സ്ക്വയർ ഈക്വൽ ടു d/dt ഓഫ് എക്സ് ഡോട്ട് എക്സ് എന്ന് വന്നു. സാധാരണ ഡിഫറൻസിയേഷൻ ഡോട്ടാണുള്ളത്. ഡോട്ട് എടുത്തു, ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ്. അപ്പോൾ 2x എക്സ് ഡോട്ടിന് കിട്ടി. ഇനി എക്സ് ഡോട്ട് എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മൾ വേറൊരു സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതെന്താ, നമുക്കറിയാം കൊവാരിയൻ്റ് ഡിഫറൻസിയേഷൻ എക്സ് ഡാഷ് അല്ലേ. ഇവിടെ തന്നിട്ടുള്ള കാര്യം പാരലാണെന്ന്, അതായത് എക്സ് ഡാഷ് 0 ആണെന്നേ ആകെ തന്നിട്ടുള്ളൂ. പക്ഷെ അതിപ്പോൾ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ആ ടേമിനെ കൊണ്ടുവരണ്ടേ. അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എക്സ് ഡാഷിൻ്റെ ഒരു എന്താ പറയുക ഡെഫിനിഷൻ നമുക്കറിയാം. അതാണ് ഈ കാണുന്നത് അല്ലേ, എക്സ് ഡോട്ട് മൈനസ് സംതിങ്. ഈ കാണുന്ന എക്സ് ഡോട്ടിനെ ലെഫ്റ്റിലേക്കും എക്സ് ഡാഷിനെ റൈറ്റിലേക്കും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഡോട്ടിനൊരു ടേം കിട്ടില്ലേ. ആ കിട്ടിയിട്ടുള്ള ടേമിനെയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ക്ലിയർ. അപ്പം ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ടേമിൽ ഇപ്പോൾ ആരുണ്ട്, എക്സ് ഡാഷ് ഉണ്ട്. ആ എക്സ് ഡാഷ് എന്താണെന്ന് അറിയാം, 0 ആണെന്ന് അറിയാം, തന്നിട്ടുണ്ട്, പാരലലാണ്. അപ്പോൾ അത് 0 ആയി കൊടുത്ത് ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ടേമിനെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ കിടക്കണ എക്സിനെ നമ്മൾ ഒന്ന് അപ്പുറത്തെ സൈഡിലേക്ക് എഴുതി വെച്ചു. അപ്പോൾ എന്ത് കിട്ടി, എൻ കോമ്പോസിറ്റ് ആൽഫ ഡോട്ട് എക്സ് എന്ന് കിട്ടി. ഇനി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ആൽഫേനകത്തുള്ള ആളാണ്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ആൽഫ പർപ്പിനകത്തുള്ള, അതായത് നോർമലാണ്. നോർമൽ വെക്ടേഴ്സ് എൻ കോമ്പോസിറ്റ് ആൽഫ എപ്പോഴും ഇതിനകത്ത് എസ് ആൽഫ ഓഫ് ടി പർപ്പിനകത്ത് ആളാണ്. കാരണം എസ് ആൽഫ ഓഫ് ടി പർപ്പിനകത്ത് ഒരാളെന്ന് പറഞ്ഞെങ്കിൽ ഈ എൻ കോമ്പോസിറ്റ് ആൽഫേൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് ഒരുപാട് വട്ടം നമ്മൾ ചെയ്ത് വന്നിട്ടുള്ള കാര്യം. ഇത് സ്പാൻ ചെയ്യുന്നതാണ് എസ് ആൽഫ ഓഫ് ടി പർപ്പ് എന്ന് പറയുന്നത്. സോ രണ്ടെണ്ണം ഓർത്തോഗണലായിട്ടുള്ള 2 സ്പേസിനകത്തുള്ള, അതായത് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 ആയിട്ടുള്ള ആൾക്കാരല്ല, ഓർത്തോഗണലായിട്ടുള്ള ആൾക്കാരാണ്. സോ ഈ ടേം മൊത്തത്തിൽ എന്തായി, 0 ആയി. ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് നോം എക്സ് സ്ക്വയർ 0 ആണ്. അതായത് നോം എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. സോ നോം എക്സും കോൺസ്റ്റൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി ഇതുപോലെ തന്നെ എക്സ് വൈ എന്ന് പറഞ്ഞ 2 പാരലൽ വെക്റ്റർ ഫീൽഡ് എലോങ് ആൽഫ, 2 പാരലാണ്. അതായത് എക്സ് ഡാഷും 0 ആണ്, വൈ ഡാഷും 0 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഡോട്ട് വൈയും കോൺസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എക്സ് ഡോട്ട് വൈൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് പ്രൂവ് ചെയ്താൽ മതി, കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് 0. സോ എന്താണ് കോൺസ്റ്റൻ്റ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്, എക്സ് ഡോട്ട് വൈ ആണ് കോൺസ്റ്റൻ്റ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. എക്സ് ഡോട്ട് വൈ ആണ് കോൺസ്റ്റൻ്റ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണെന്ന് കാണിക്കണം. അപ്പോൾ d/dt ഓഫ് എക്സ് ഡോട്ട് വൈ എടുക്കുക. അതിൻ്റെ ഡെറിവേറ്റീവ് സെയിം സ്റ്റെപ്പ്, ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ്. ഇതിലും ഈ പറയുന്ന പോലെ എക്സ് ഡോട്ടും ഉണ്ട്, വൈ ഡോട്ടും ഉണ്ട്. എക്സ് ഡോട്ടിനെ കൊവാരിയൻറ്റ് നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ സാധനം അത് ഇവിടെയും കൊടുക്കുക. അതേപോലെ തന്നെ വൈൻ്റെ ടേംസിലും കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നേരത്തെ പോലെ എക്സ് ഡാഷും വൈ ഡാഷും നമുക്ക് 0 ആയിട്ട് പോകും. അപ്പോൾ ഇങ്ങനൊരു ടേമും കിട്ടും. രണ്ടും എന്താണ് എന്ന് പറയുന്നത്, എൻ കോമ്പോസിറ്റ് ആൽഫ എസ് ആൽഫ ഓഫ് പർപ്പിൾ ആൽഫ. അതേ റീസൺ എക്സ് വൈ എന്ന് പറയുന്ന എസ് ആൽഫയത്തെ ആൾക്കാരാണ്, മ്യൂച്വലി ഓർത്തോഗണലായിട്ടുള്ള ആൾക്കാരാണ്. സോ 0 ആണെന്ന് കിട്ടി. അപ്പോൾ എക്സ് ഡോട്ട് വൈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് d/dt ഓഫ് എക്സ് ഡോട്ട് വൈ 0 ആയതുകൊണ്ട് എക്സ് ഡോട്ട് വൈ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതും പ്രൂവ് ചെയ്തു. സിമ്പിളാണ്. നേരത്തെ ചെയ്ത സെയിം സാധനം തന്നെ താഴത്തും ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഇനി നെക്സ്റ്റ് എക്സും വൈയും പാരലാണെന്നുണ്ടെങ്കിൽ
ഒരു ആംഗിൾ നമ്മൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിളിന് നമ്മൾ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഡോട്ട് വൈ ഡിവൈഡഡ് ബൈ നോം എക്സ് ഡോട്ട് വൈ ആണ് ആ ആംഗിൾ എന്ന് പറയുന്നത് അല്ലേ. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതാണ് ആംഗിൾ. ഈ ആംഗിളും കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം. അപ്പം നേരത്തെ പറഞ്ഞു എക്സ് കോൺസ്റ്റൻറ്റ് പാരലാണെങ്കിൽ അതിൻ്റെ നോം, അതായത് ലെങ്ത്ത് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. എക്സും വൈയും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എക്സ് ഡോട്ട് വൈ എക്സും വൈയും പാരലാണെങ്കിൽ എക്സ് ഡോട്ട് വൈ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. ഇനി എക്സും വൈയും പാരലാണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ആംഗിളും കോൺസ്റ്റൻ്റ്, ഡോട്ട് പ്രൊഡക്റ്റ് കോൺസ്റ്റൻ്റ് ആണ്, ആംഗിളും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതാണ് കാണിക്കേണ്ടത്. അതിനകത്ത് നമുക്കറിയാം എക്സും വൈയും പാരലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുന്നേ പഠിച്ചുള്ള സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്യാണ്. എക്സും വൈയും പാരലാണെന്നുണ്ടെങ്കിൽ എക്സ് പാരലാണെങ്കിൽ നോം എക്സ് കോൺസ്റ്റൻ്റ് ആണ്, വൈ പാരലാണെങ്കിൽ നോം വൈയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നോം എക്സും നോം വൈയും കോൺസ്റ്റൻ്റ് ആണ് ബൈ ദ പ്രോപ്പർട്ടി 1 അല്ലേ. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എന്ത് പറയാം, എക്സും വൈയും പാരലാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഡോട്ട് വൈ എന്തായി, കോൺസ്റ്റൻ്റ് ആയി. സെക്കൻഡ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ഒരു ടേമിനകത്തെ ന്യൂമറേറ്ററും കോൺസ്റ്റൻ്റ് ആണ്, ഡിനോമിനേറ്ററും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ടേം മൊത്തത്തിൽ എന്തായി, കോൺസ്റ്റൻ്റ് ആയി. ഇനി ഒരു കോൺസ്റ്റൻറ്റിൻ്റെ കോസ് ഇൻവേഴ്സ് എടുക്കുക, എന്തേ വരൂ, കോൺസ്റ്റൻ്റേ വരുള്ളൂ. കോസ് ഇൻവേഴ്സ് ഓഫ് 45 അതൊറ്റ വാല്യൂ ഉള്ളൂ, അല്ലാതെ ഡിഫറെൻ്റ് ആവില്ല. ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് ഡിഫറെൻറ്റ് സാധനങ്ങൾ കിട്ടുക. ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ ഉണ്ട് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് സാധനത്തിൻ്റെ കോസ് ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തേ വരുള്ളൂ, സെയിം കോൺസ്റ്റൻറ്റ് തന്നെ വരുള്ളൂ. കോസ് ഇൻവേഴ്സ് ഓഫ് 45 നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 സെയിം സാധനമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ കോസ് ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും എന്ന് കോൺസ്റ്റൻറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ആ പ്രോപ്പർട്ടിയും ക്ലിയർ. ഇനി നെക്സ്റ്റ് എക്സും വൈയും പാരലാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈയും സി എക്സും പാരലൽ തന്നെ ആയിരിക്കും എന്നാണ് കാണിക്കേണ്ടത്. സോ ആ എക്സ് പ്ലസ് വൈ ആൻഡ് സി എക്സ് ഫോർ ഓൾ സി. അപ്പം ഇത് പാരലാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡാഷ്, അതായത് എക്സ് പ്ലസ് വൈ ഡാഷും സി എക്സ് ഡാഷും എന്താണെന്ന് കാണിക്കണം, 0 ആണെന്ന് കാണിക്കണം. അതിന് നമ്മൾ ജസ്റ്റ് എടുത്ത് കൊടുക്കുക, എക്സ് പ്ലസ് വൈ ഹോൾ ഡാഷ് ഈക്വൽ ടു, നമുക്ക് നേരത്തെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എക്സ് ഡാഷ് പ്ലസ് വൈ ഡാഷ്, എക്സ് ഡാഷ് 0 ആണ്, വൈ ഡാഷ് 0 ആണ്. സോ 0 + 0 0. അതുപോലെ തന്നെ ഇവിടെയും ചെയ്തു, സി എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു എക്സ് ഡാഷ് ആണ്. ഇവിടെ എക്സ് ഡാഷ് എക്സ് പാരലായതുകൊണ്ട് എക്സ് ഡാഷ് 0 ആണ്, അതും 0 എന്ന് കിട്ടി. സിമ്പിളാണ്, ഒന്നുമില്ല ചെയ്യാൻ, പക്ഷേ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് എല്ലാം കൂടിയും ചോദിക്കില്ല, പക്ഷേ ഏതെങ്കിലും ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി, ദ വെലോസിറ്റി വെക്ടർ ഫീൽഡ് അലോങ് പാരാമെട്രൈസ്ഡ് കർവ് ആൽഫ ഇൻ എസ് ഇസ് പാരലൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആൽഫ ഇസ് ജിയോഡിസിക്. അതായത് ജിയോഡിസിക് ആണെന്നുണ്ടെങ്കിൽ പറയുന്ന ആൽഫ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് പാരലലാണ്. എക്സ് പാരലാണെങ്കിൽ ഇത് ജിയോഡിസിക് ആണ്. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് വെലോസിറ്റി വെക്ടർ ഫീൽഡ് ഓഫ് ആൽഫേനെ നമ്മൾ ആൽഫ ഡോട്ട് എന്ന് കൊടുത്തു. വെലോസിറ്റി വെക്ടർ എപ്പോഴും ആൽഫ ഡോട്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷോ ചെയ്യേണ്ടത് ആൽഫ ഡോട്ട് പാരലൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആൽഫ ജിയോഡിസിക് ആണ് കാണിക്കേണ്ടത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വെലോസിറ്റി വെക്ടർ ഫീൽഡ് പാരലൽ ആണെന്നുണ്ടെങ്കിൽ ആൽഫ ജിയോഡിസിക് ആണ്, ആൽഫ ജിയോഡിസിക് ആണെന്നുണ്ടെങ്കിൽ ആൽഫൻ്റെ വെലോസിറ്റി വെക്ടർ ഫീൽഡ് പാരലലാണ്. അപ്പോൾ ഇത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആൽഫ ഡോട്ട് ഓഫ് ഡാഷ് 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആൽഫ ജിയോഡിസിക് ആണെന്ന് കാണിക്കണം അല്ലേ. ജിയോഡിസിക് ആണെന്നുണ്ടെങ്കിൽ ആൽഫ ജിയോഡിസിക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആൽഫ ഡോട്ട് ഓഫ് ഡാഷ് 0. കാരണം എന്താ, ആൽഫ ഡോട്ട് എന്ന് പറയുന്ന ആളുടെ ഡെറിവേറ്റീവ്, കൊവാരൻ്റ് ഡെറിവേറ്റീവ് 0 ആണെന്നുണ്ടെങ്കിലാണ് അത് എന്താവുക, പാരലൽ ആവുക. ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആൽഫ ജിയോഡിസിക് എന്നാണ്. ഇതെവിടെയോ കണ്ടിട്ടില്ലേ, നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്, ഈ സെയിം പ്രൂഫ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സാധനം, അതായത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും, ഇപ്പോൾ ഈ 5ാമത്തെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാലും, അതുപോലെ തന്നെ നേരത്തെ ഈ ഒരു പ്രൂഫ് കാണുന്നുണ്ടാവും, ഈ ഒരു പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ സെയിം സാധനമാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൂഫാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാലും, ഇപ്പം നമ്മൾ പറഞ്ഞ ആ പ്രോപ്പർട്ടി ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാലും, ആൽഫേൻ്റെ അല്ലെങ്കിൽ ഒരു വെലോസിറ്റി വെക്ടർ ഫീൽഡ് പാരലൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആൽഫ ഈസ് ജിയോഡിസിക്, അത് ചോദിച്ചു കഴിഞ്ഞാലും ഇത് ചോദിച്ചു കഴിഞ്ഞാലും ഈ സെയിം പ്രൂഫാണ് എഴുതേണ്ടത്. അപ്പം അതൊന്ന് നോക്കി വയ്ക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. ഓക്കെ.